4 5ക്ക് ജയിച്ചു, 5ൽ കുറച്ചു കാലം പോയി. പിന്നെ ഞാൻ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ അത് അവസാനിപ്പിച്ചു. വേറെ രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറിയെന്നുള്ളതാണ്. അന്ന് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോട്ടീവാണ്. ഒന്ന്, ഈ കക്ഷിയുടെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ ഡോർസ് ആൻഡ് വിൻഡോസ് സ്റ്റീൽ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ഹവായി? ഇത് എൻ്റെ ഒരു 18 വയസ്സായിരിക്കും അത്. അങ്ങനെ ഞാൻ ബസ് കയറി മധുരയിലെത്തി, ആ ട്രാവൽസിൽ ഇറങ്ങി. അവരോട് ചോദിച്ചു, ഈ കെട്ട് ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത്? തമിഴാണ്. ഇതൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് എക്സാക്ട് എനിക്കിപ്പോഴും അറിയില്ല. നമുക്ക് നമ്മളവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പം ഇത്രയും സ്റ്റീൽ ഡോസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ ഒരു വലിയൊരു ക്രൈസിസ് വന്നു, പിന്നെ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്രൈസിസ് എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്തത്? 2001 ലാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കമ്പനി 2022 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഖത്തറിൽ നടന്ന ഫിഫൻ്റെ വേൾഡ് കപ്പിൽ അതിൻ്റെ ഒഫീഷ്യൽ വെണ്ടറായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ കമ്പനീൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രത്തോളം ഫ്രാഞ്ചൈസീസ് റൺ ചെയ്യുന്നുണ്ട് അവിടെ. ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? സ്ഥാപനം നടത്താനുള്ള ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ സൈലൻ്റ് ആയത് അവിടെ നിന്നാൽ മതി. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു കുഞ്ഞു ഷോപ്പ് മഞ്ചേരി തുടങ്ങി. പക്ഷേ അത് തുടങ്ങി പിറ്റേന്ന് തുറക്കണം. അപ്പോഴും ഈ ഒരു വുഡൻ ഡോർസ് മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇറക്കി വരുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു മാറ്റർ അല്ലായിരുന്നു. ഒരു കുഞ്ഞു സ്ഥലത്ത് അങ്ങനെ 4-5 പേര് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ആരംഭിച്ച ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇന്ന് 400-ലധികം സ്റ്റാഫുകൾ, 3 മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, 30-ലധികം ഷോറൂമുകൾ. Hello, welcome back to Viso Podcast. So today we open another Darwaza of opportunities. So while talking about doors, നമ്മൾ ഇന്ന് കേരളത്തിലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയിൽ കേരളത്തിൻ്റെയും സൗത്ത് ഇന്ത്യയിലുമൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കേരളത്തിൻ്റെയും സൗത്ത് ഇന്ത്യയുടെയും കാവൽക്കാരായി മാറിയ ഹവായി ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ CMD ആയിട്ടുള്ള മുഹമ്മദ് അലി സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ ലെറ്റ്സ് വൈസ് അപ്പ് വിത്ത് മുഹമ്മദ് അലി സാർ. വെൽക്കം. താങ്ക് യു സാർ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറിയതാണ് ഹവായി. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഹവായി ഗ്രൂപ്പിൻ്റെ തുടക്കം, എങ്ങനെയാണ് ഹവായിയുടെ ജേണി എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക? ശരിക്കും ഞങ്ങളുടെ മദർ ബ്രാൻഡ് എന്ന് പറഞ്ഞത് ഡോർസ് ആൻഡ് വിൻഡോസ് അല്ല. പക്ഷേ അതൊരു B2C കസ്റ്റമറിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഡയറക്റ്റ് എത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് അതാണ്. ശരിക്കും ഞങ്ങളുടെ മദർ കമ്പനി എന്ന് പറയുന്നത് ഹവായി LED സ്ക്രീനാണ്. LED സ്ക്രീൻ ഈ LED സ്ക്രീൻ സെഗ്മെന്റിലുള്ള ആളുകൾക്ക് അതറിയാം. ഇവന്റ് കമ്പനികൾ അതേപോലെയുള്ള ആ സെഗ്മെന്റിലുള്ള ആളുകൾ. LED എന്താണ് സാർ ചെയ്യുന്നത്? ശരിക്കും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ കൊച്ചിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് LED മാനുഫാക്ചറിംഗ് LED സ്ക്രീൻ കമ്പനിയിലെ നമ്പർ 1 കമ്പനി ഞങ്ങളാണ്. ഇന്ത്യയിൽ ഒരു 3-4 കമ്പനികൾ എടുത്താൽ അതിൽ ഒരു കമ്പനി ഞങ്ങൾ. ഓക്കെ. ഇപ്പോൾ LED എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോസ് എടുക്കാൻ എല്ലാം ഇന്നോവേറ്റീവ് ബിസിനസ് ആണല്ലോ. ഇത് കറക്റ്റ് സ്ട്രാറ്റജിക്കലി ചൂസ് ചെയ്യുന്നതാണോ? അത് പിന്നെ എന്താ പറയുക, അത് എൻ്റെ ഒരു ബിസിനസ് ജേണിയുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ പറയുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവില്ല. ഞാൻ എൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ ഞാനൊരു സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ആരംഭിച്ചത്. തുടക്കത്തിൽ വളരെ ചെറിയ നമ്മൾ കടകളിലൊക്കെ പോയി അതും പറയുമ്പോൾ അതിൻ്റെയും പിന്നിലോട്ട് പോകണം. കാരണം 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നേടുന്ന ഒരു സമയമാണല്ലോ. ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു വലിയൊരു എഡ്യൂക്കേഷൻ നേടിയിട്ടില്ല. ഒരു ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഈവൻ SLC പാസ്സോ പോലും അല്ല. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് നിർത്തേണ്ടി വന്നു. അതിനും ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വിക്കുള്ളൊരു വ്യക്തിയായിരുന്നു. സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. തുടക്ക സമയത്ത് അൺബിലീവബിൾ ആണല്ലോ, ഇത്രയും നന്നായി സംസാരിക്കുന്നത്. അതൊക്കെ പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്നിങ്ങനെ കുറേ പറയും. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വായിക്കാനൊക്കെ പുസ്തകം തന്നിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ നിന്ന് പുസ്തകം തന്ന് മലയാളം ടീച്ചർ വായിക്കാൻ പറയുമ്പോൾ ഞാനിതിങ്ങനെ പറയും. എന്ന് പറയും. ഞാൻ പുസ്തകം എടുത്താൽ കുട്ടികൾ ചിരിക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും ക്ലാസ്സിൽ നിന്ന്. ശരിക്കും എനിക്ക് അത്ര നല്ലൊരു സുഹൃത്തുക്കളെ പോലും കിട്ടിയില്ല. എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇങ്ങോട്ട് നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് പോകണ്ടേ നമ്മൾ. ആ ഒരു നെക്സ്റ്റ് പോണേ നമുക്ക് നമ്മുടെ മനസ്സിനൊരു വെന്റിലേഷൻ വേണ്ടേ, ഒരു റിലാക്സേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത. അപ്പം എനിക്ക് ഒട്ടും നല്ല സുഹൃത്തുക്കളില്ല. കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ഇതായിട്ടുള്ള ആളുകളൊന്നുമില്ല. എല്ലാവരും അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഇപ്പൊന്നും അത്രല്ല, കാരണം കുട്ടികൾ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചോർഡാണെന്നാണ് ഞാൻ പറയാം. പണ്ടത്തെ കുട്ടികളെക്കാട്ടിലും ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ മെച്ചോർഡാണ്. വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ അത് വിദ്യാഭ്യാസം എനിക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് പഠിത്തം 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അവസാനിപ്പിച്ചത്. 4-ന്ന് 5ക്ക് ജയിച്ചു, 5ൽ കുറച്ചു കാലം പോയി. പിന്നെ ഞാൻ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ അത് അവസാനിപ്പിച്ചു. വേറെ രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറി എന്നുള്ളതാണ്. അപ്പം അന്ന് മുതലേ എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് എന്താ പറയുക അവഗണനകളും ഒരു സ്ഥലത്ത് നിന്ന് നേരിടുന്ന സമയത്ത് എൻ്റെ ഫാമിലി ഒരുപാട് സാമ്പത്തിക ക്രൈസിസിലൂടെയൊക്കെ കടന്നു വന്നതാണ്. അതുകൊണ്ട് ഉപ്പക്കൊന്നും നമ്മളെ എൻ്റെ ഒരു സമയത്തൊന്നും എന്നെ വേണ്ട രീതിയിൽ മെൻറ്റർ ചെയ്യാൻ പലപ്പോഴും ഉപ്പ നാട്ടിലില്ലായിരുന്നു. പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, പ്രവാസിയല്ല എന്നാലും പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ദൂര സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യേണ്ട കാര്യങ്ങളും പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ നല്ലൊരു മെൻറ്ററിങ് ഒരു പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ, ചില സാഹചര്യങ്ങളിൽ ചില അവസ്ഥകളിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ എന്തായെന്ന് വെച്ചാൽ അതങ്ങനെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. നമ്മള് വിദ്യാഭ്യാസം ഇല്ല, മതപരമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ മതപരമായിട്ടൊക്കെ കുറച്ച് അറിവുള്ള ആളുകൾക്കൊക്കെ നല്ല ബഹുമാനം ഒരു സ്പേസ് ഒക്കെ കിട്ടും. അതും ഇല്ല, സംസാരിക്കാനും അറിയില്ല. ഇപ്പൊ ഒരു സ്പോർട്സിൽ വരികയാണെങ്കിൽ ഭയങ്കര തമാശയാണ്. എന്നെ ഒരു ടീമിലും എടുക്കൂല. എന്താ പ്രശ്നം? എന്നെ ഒരു ടീമിൽ എടുത്തു കഴിഞ്ഞാൽ ആ ടീം തോൽക്കും. കാരണം ഞാൻ വോളിബോളിനാണ് കൂടുന്നതെങ്കിൽ എവിടെയോ പോകുന്ന പന്ത് ഞാൻ എന്ത് ചെയ്യും, എന്തിട്ട് തൊടും. അപ്പൊ എന്താവും, ആ ടീമിന് സ്കോർ പോയി. അങ്ങനെ ഒരു സ്പോർട്സിലും എനിക്ക് ഒരു നൈപുണ്യവും ഇല്ല. ക്രിക്കറ്റ് അറിയില്ല, അന്ന് ക്രിക്കറ്റൊക്കെ ഭയങ്കര സീസണാ, പക്ഷെ ക്രിക്കറ്റ് എനിക്ക് അറിയില്ല. എന്നെ എല്ലാ ടീമും ഇങ്ങനെ ഒരു തെരുവാടായിട്ടുണ്ടല്ലോ, അങ്ങനെ മാറ്റി വെക്കും. ഇതൊക്കെ എനിക്ക് നല്ല പ്രയാസം ഉണ്ടാക്കിയിരുന്നു. ഈവൻ ഞങ്ങള് മീൻ പിടിക്കാൻ പോകും, തോട്ടിലൊക്കെ പോയിട്ട് മീൻ പിടിക്കും സുഹൃത്തുക്കള്. അപ്പൊ എന്നെ ഒന്നിനും പറ്റൂല. മീൻ പിടിക്കാൻ എനിക്കറിയില്ല, തെയ്യാൻ എനിക്കറിയില്ല. അപ്പൊ ഒരു പാത്രം കൈ തന്ന് പിടിച്ച മീനിനെ നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം അതിനകത്ത് ഒരു വലിയ ഫിഷ് എൻ്റെ അടുത്ത് ചാടിപ്പോയി. ഇതെങ്ങനെ ഇവരുടെ അടുത്ത് പറയാനും പറ്റില്ല. ഇവര് ആകെ എനിക്കറിയാവുന്ന പണി ഇതാണ്, ഇത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തില്ലല്ലോ എന്നൊരു പ്രശ്നമാണല്ലോ. അവസാനം ഈ മീൻ ഒരുക്കാൻ സമയത്ത് വലിയൊരു മീനിനെ കാണില്ല. ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി. അങ്ങനെ അവരെല്ലാവരും നേരെ ഓരോ മീൻ വെച്ച് എൻ്റെ നേരെ ഒരു പൂളത്തണ്ട് വെച്ചു. നമ്മളെ ഒരു കാലഘട്ടം ഞാൻ ചുമ്മാ ഒന്ന് ഓർത്തുന്നേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ സമയത്ത്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലം. അപ്പൊ അന്നേ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കും. വലിയൊരു ബിസിനസ്സുകാരനാവണമെന്നല്ല, ഞാനും ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിത്വം എനിക്കുമുണ്ട്. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അതൊന്ന് തെളിയിക്കണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു 17 വയസ്സിലൊക്കെ ഈ സ്ക്രീൻ പ്രിന്റിങ്, എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് ഈ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ പണിക്ക് എടുക്കുന്ന ആളാണ്. പുള്ളിയുടെ കൂടെ ഞാൻ ഹെൽപ്പിന് കോഴിക്കോട് മെഫീസിൽ ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ ഷൈനാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഒരു ചെറിയൊരു കോറിഡോറിൽ മേ ബി ഒരു 30-40 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം നിന്ന് അവൻ പ്രിന്റ് ചെയ്യും, ഞാൻ എടുത്തു വെക്കും. അങ്ങനെ പിന്നെ ഞാൻ ആ പ്രിന്റ് ഓർഡർ പിടിക്കാൻ പോയി. ഇതാണ് എൻ്റെ ബിസിനസിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അന്ന് എന്തായിരുന്നു മോട്ടീവ്? മണിയായിരുന്നോ? അല്ല, അന്ന് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോട്ടീവാണ്. ഒന്ന്, ഈ കക്ഷിയുടെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്. ഒരു മോട്ടീവ് അത്. രണ്ടാമത്തെ മോട്ടീവ്, എനിക്ക് എങ്ങനെയെങ്കിലും പിന്നെ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏൺ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്യാൻ ഈ 2 ഇതിനകത്ത് ഈ പുള്ളിയായിട്ട് ഞാൻ കണക്ഷൻ ആവുന്നത് അങ്ങനെയാണ്. അങ്ങനെ പുള്ളിയായിട്ട് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചു. എൻ്റെ ലൈഫിൽ അതുവരെ ഒരു സക്സസ്സും ഉണ്ടായിട്ടില്ല. എനിക്കൊരു പരിഗണന എവിടെ നിന്നും കിട്ടിയില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ജോലിക്ക് എന്നെയും വേറൊരാളെയും വിളിച്ചാല് അന്ന് അയാൾക്ക് 80 രൂപ കൂലി കൊടുക്കും, എനിക്ക് 50 രൂപ അല്ലെങ്കിൽ 40 രൂപ. അതെന്താന്നറിയില്ല, എന്നോട് അങ്ങനെയാണ് പല ആളുകളും ബിഹേവ് ചെയ്ത്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹേർട്ട് ചെയ്തു, മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. മാത്രമല്ല, പിന്നെ ഞാൻ പോകുന്ന ജോലികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴേക്കിടയിലുള്ള ജോലിയാണ്. ഇപ്പൊ ഞാൻ എടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കപ്പയല്ലേ, കപ്പക്ക് കൂടം അത് ഉണ്ടാക്കും.
വാഴക്ക് നമ്മൾ ഇത് ചെയ്യും, അടക്ക പറിക്കാൻ പോകും, പിന്നെ നമ്മൾ കുഴിയൊക്കെ എടുക്കുമല്ലോ വേസ്റ്റേജിന്, അങ്ങനത്തെ കുഴികൾ. ഇതൊക്കെയാണ് ഞാൻ ഒരു 17 അല്ലെ 16-17 വയസ്സിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ പുള്ളിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആളുമായിട്ട് കണക്ഷനായിട്ട് ഈ മെഫിസിൽ ബസ് സ്റ്റാൻഡിൽ ഇതിനു വേണ്ടി വരുന്നത്. അപ്പൊ അത് ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് തോന്നി, ഇത് എന്റെ കൂടെ നിന്നാൽ അവൻ തന്നെ വളരെ ചെറിയൊരു തുച്ഛമായ ഒരു പൈസ ആണ് കിട്ടുക. അവന്റെ വീട്ടിൽ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് 3 പെങ്ങന്മാരാണ് അവന്റെ താഴെ. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ വളരെ പ്രായമുള്ള ആളുമാണ്. അപ്പൊ അവൻ തന്നെ വളരെ പ്രയാസത്തിലുള്ള ആളാണ്. എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. പക്ഷെ ആ ആളാണ് ശരിക്കും എന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു മെന്റർ. എന്റെ ലൈഫിലേക്ക് വന്ന എന്നെ അളിയനാണ് ഞാൻ പറയാ. എന്നെ ഒരു പക്ഷേ പിന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എന്തില്ലെങ്കിലും എൻ്റെ കൂലി എന്ത് അല്ലെ ഞാൻ എന്ത് ജോലി ചെയ്തു എന്നൊന്നും നോക്കാതെ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു. അവൻ്റെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ എനിക്കും വാങ്ങി തന്നു. അങ്ങനെ ഒരു പരസ്പര ബന്ധവും ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ മനസ്സിലാക്കലുണ്ടാവും. എൻ്റെ ഒരു ആദ്യത്തെ ഒരു ബെസ്റ്റ് സുഹൃത്ത് എന്ന് പറയുന്നത് ആളാണ്. പക്ഷെ എൻ്റെ മോട്ടീവ് എന്താണ്? ആളെ സിസ്റ്റർ എങ്ങനെയെങ്കിലും കയ്യിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ്. സോ അങ്ങനെ പുള്ളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവന് ഞാനൊരു ഭാരമായി നിൽക്കാൻ പാടില്ലല്ലോ. അവൻ്റെ അടുത്ത് ഈ ചെറിയ പണികൾ, അതൊക്കെ ചെറിയ പെൺകുട്ടികൾ ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ, പ്രിന്റ് ചെയ്ത സാധനം എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എങ്ങനെയും പോയി ഓർഡർ പിടിക്കേ. ഓർഡർ പിടിക്കുന്ന കാര്യം പറയുമ്പോൾ കേൾക്കുന്നുണ്ട് എനിക്ക് ബേജാറാവും. കാരണം എനിക്കൊരു സ്ഥലത്ത് കയറി ചെന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു വിസിറ്റിംഗ് കാർഡിന്റെ കുറെ വിസിറ്റിംഗ് കാർഡിലുള്ള ഒരു ഫയൽ തന്നിട്ട് പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നാണ്. ഒരു ആവേശത്തിൽ ഞാൻ ഓക്കെ, അതല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല. വേറൊരു സ്ഥലത്തും പോയിട്ട് ഒരു ജോലി ചെയ്യാനൊന്നുള്ള ഒരു കോൺഫിഡന്റോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ഓക്കെ ഇതുമായിട്ട് ഇറങ്ങാന്നുള്ള നിലയ്ക്ക് ഈ സാധനമായിട്ട് ഇറങ്ങി ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് കടകളൊക്കെ പോയി. ചിലപ്പോൾ ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്ന് ഞാൻ തന്നെ തിരിച്ചിറങ്ങി പോരും. ഇവിടെ സംസാരിക്കാൻ കഴിയില്ല, കാരണം സംസാരിക്കണ്ടേ, എങ്കിലല്ലേ ഓർഡർ എടുക്കാൻ കിട്ടുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോന്നു. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒഴിവാകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, കുറേ സമയം വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറയും വിസിറ്റിംഗ് കാർഡിന്റെ. അപ്പൊ വിസിറ്റിംഗ് കാർഡിന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ വേഗം ഫയൽ ഓപ്പൺ ചെയ്തിട്ട് സാർ ഈറ്റാൻ വേണം, അന്നത്തെ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ പിന്നെ എനിക്ക് പരിചയമുള്ള കുറെ കടകളൊക്കെ ഉണ്ട്, കൊടുവള്ളി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ പരിചയമുള്ള ആളുകൾ, കുടുംബക്കാരായ ആൾക്കാരൊക്കെ നടത്തുന്ന കടകൾ, അങ്ങനെയുള്ള ആക്സസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എങ്ങനെയൊക്കെയോ ഓർഡർ എടുക്കുന്നിടത്ത് ഞാൻ വിജയിച്ചു. എനിക്ക് കുറച്ച് ഓർഡർ കിട്ടൽ തുടങ്ങി. അതാണ് എൻ്റെ ബിസിനസിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് വിസിറ്റിംഗ് കാർഡുകൾ, ഈ വിസിറ്റിംഗ് കാർഡുകൾ ഓർഡർ എടുക്കുക, എന്നിട്ട് അളിയൻ പ്രിന്റ് ചെയ്യും. ഇപ്പോഴത്തെ അളിയൻ, അന്ന് എൻ്റെ ഫ്രണ്ട് ആശാനെ ഇത് പ്രിന്റ് ചെയ്യും. ഞങ്ങൾ രാത്രിയാണ് പ്രിന്റ് ചെയ്യുക, പകൽ അവൻ്റെ വർക്ക് ചെയ്യും, രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് പ്രിന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 10 മണി ഒരിക്കൽ ലാസ്റ്റ് ബസ്സിനൊക്കെ പലപ്പോഴും ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് അനക്കാമ്പൊയിൽ ബസ്സാണ്, അത് 11 മണി 11:30 മണിക്കൊക്കെയാണ് ആ ബസ് എടുക്കുക. ആ ബസ്സിലൊക്കെ ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ ബിസിനസ് ജേണി സ്റ്റാർട്ടിങ്. അതിൽ നിന്നും ഞാൻ ആ ഓർഡർ എടുത്തു, എനിക്കൊരു ധൈര്യം വന്നു. എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മോട്ടീവ് ചെയ്തു, നിനക്ക് പറ്റും, ഇതിലും മുകളിൽ ചെയ്യാൻ പറ്റും, നീ ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഓർഡർ കൂടി പിന്നെ ഞാൻ പല മേഖലയിലേക്കും തിരിഞ്ഞു. വിസിറ്റിംഗ് കാർഡ്, ഫയലുകൾ, ബിൽ ബുക്കുകൾ, ലെറ്റർ ഹെഡുകൾ, ഇങ്ങനെ പല സാധനങ്ങളെ ഓർഡർ എടുത്തു. അളിയന് കൊടുക്കും, അത് കൂടാതെ ഞാൻ പുറത്ത് പ്രസ്സിൽ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒക്കെ ഒരു ഏജൻസി ആയി. അങ്ങനെ എനിക്ക് ഒരു വലിയൊരു ഷോപ്പിന്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അത് പിന്നെ ബാനറുകൾ പ്രിന്റ് ചെയ്യുക, ഫ്ലക്സ് പ്രിന്റ് ചെയ്യുക, അതേപോലെ സൺപാക്ക് പ്രിന്റ് ചെയ്യുക, ഇതൊക്കെ കിട്ടി. ആദ്യം എനിക്ക് കിട്ടുന്നത് കാരന്തൂർ മർക്കസിന്റെ ഒരു ബാനർ പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കിട്ടുന്നത്. ഈ ഓർഡർ കിട്ടിയ സമയത്ത് എനിക്കൊന്നും അറിയില്ല, ഇത് എങ്ങനെ പ്രിന്റ് ചെയ്യും, എവിടെ പ്രിന്റ് ചെയ്യും. മധുരയിലാണ് പ്രിന്റ് ചെയ്യാന്ന് എനിക്കറിയാം, വേറെ യാതൊന്നും അറിയില്ല. അങ്ങനെ അന്നൊരു ട്രാവൽസ് ഉണ്ട് പാളയത്ത്, അവിടെ പോയിട്ട് ഞാൻ ഈ കെട്ട് വരും, മധുരയിൽ നിന്നാണ് ഈ ബാനറിന്റെ കെട്ട് വരിക. അന്ന് ഇവിടെ ഉള്ള ഒരു പ്രസ് മാത്രമാണ് അത് അടിക്കുന്നത്, ലിബർട്ടി എന്ന് പറയും. അങ്ങനെ അവർ മാത്രമാണ് അത് അടിക്കുന്നത്. അപ്പൊ അവരെ കെട്ട് വരുന്നത് പോയി നോക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രം അഡ്രസ് കണ്ടുപിടിച്ചു. ഞാൻ ഈ ഫ്രം അഡ്രസ് കണ്ടുപിടിച്ചു, ഞാൻ ബസ് കയറി മധുരയിൽ കയറി. മേ ബി എൻ്റെ ഒരു 18 വയസ്സായിരിക്കും അത്. അങ്ങനെ ഞാൻ ബസ് കയറി മധുരയിലെത്തി. 18-19 വയസ്സുണ്ടാവും കേട്ടോ. അങ്ങനെ മധുരയിലെത്തി ആ ട്രാവൽസിൽ ഇറങ്ങി. അവരോട് ചോദിച്ചു, ഈ കെട്ട് ആരാണ് ഇവിടെ കൊണ്ടുതരുന്നത്? അത് ബാലാജി സ്ക്രീൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാലാജി സ്ക്രീൻ എവിടാന്ന് ചോദിച്ചു. ആരോട്? ഈ ബസ്സിന്റെ ആളുകളോട്. തമിഴാണ്, അതൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്നുള്ളത് എക്സാക്ട് എനിക്കിപ്പോഴും അറിയില്ല. 2 പ്രശ്നങ്ങളാണ് എനിക്കുണ്ട്. ഒന്ന് വിക്കിന്റെ പ്രശ്നമുണ്ട്, 2 ഭാഷ അറിയാത്ത പ്രശ്നമുണ്ട്.
അങ്ങനെ ഈ ബാലാജി സ്ക്രീനിൽ ഞാൻ പോയിട്ട് അയാളെ വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ വീട്, അതിന്റെ ടെറസിന്റെ മുകളിൽ ഒരു ഫാമിലി ഒന്നായിട്ട് ഈ ബാനർ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വലിയ ബാനറാണ്. ഒരു 6:3, 8:2 അല്ലെ 8:4 ഇങ്ങനെയൊക്കെയുള്ള ബാനറുകളൊക്കെയാണ് പ്രിന്റ് ചെയ്യുന്നത്. തുണിയാട്ടോ, കോട്ടൺ തുണി. അങ്ങനെ ഇവര് പിന്നെ വർക്ക് ചെയ്യുന്ന സ്പേസും സംഭവമൊക്കെ വളരെ ഇടുങ്ങിയതാണ്. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു ടേംസ് ആക്കി അവിടെ നിന്ന് വന്നു. അങ്ങനെ ഇവിടുന്ന് ഞാൻ മർക്കസിന്റെ ഓർഡറുകൾ ഒരുപാട് എനിക്ക് കിട്ടി, ഒരുപാട് ഓർഡറുകൾ കിട്ടി. അതെനിക്ക് വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ അന്ന് ഇങ്ങനൊരു ഇതിനകത്തൊരു എന്താ പറയാ, ഒരു റിസ്ക് എടുക്കണം. നമുക്കറിയാത്ത ഭാഷ, അറിയാത്ത സ്ഥലം, അറിയാത്ത സ്ഥലത്ത് പോയി ഇത് കണ്ടെത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് അറിയുന്ന ആളുകൾ അവരൊരു മോണോപ്പൊളി ആയിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആ മേഖലയിൽ പിന്നെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചെറുതായിട്ട് പാളയത്തെ എക്സ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, എക്സ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട്, അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് കമ്പനി. ഞാൻ ചുരുക്കി പറയാട്ടോ, അല്ലാതെ നീട്ടി പറയുന്നില്ല. അങ്ങനെ ഞാൻ തുടങ്ങി. അതിനകത്ത് ഒരു ചെറിയൊരു കമ്പ്യൂട്ടറും ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഒരാളെയും വെച്ചു. അത് എൻ്റെ ഒരു മേ ബി എൻ്റെ ഒരു 20 വയസ്സിലായിരിക്കും. അപ്പോൾ ഒരു വർഷമൊക്കെ ഞാൻ ഈ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 2000-ലായിരിക്കും. അങ്ങനെ അത് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ. ഈ 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അളിയ ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നോട് ഇത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അതങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നെ ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, അതെനിക്കറിയാം. തിരിച്ചെനിക്കും ഉണ്ട്. ഞങ്ങൾ അത്രയും നല്ല ബോണ്ടുള്ള 2 ആളുകളാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആള് ആദ്യമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഞാൻ അവരൊരു മൂത്ത ജ്യേഷ്ഠൻ പോലൊരാളുണ്ട്, അവരെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച്. എൻ്റെ 19ാമത്തെ വയസ്സിലാട്ടോ ഞാൻ കല്യാണം കഴിക്കുന്നത്, 19 or 20. അങ്ങനെ അതൊരു കല്യാണത്തിലേക്ക് എത്തി. ഞാൻ കല്യാണം കഴിച്ചു, അത്ര തന്നെ. കൂടുതൽ നീട്ടി വരുത്തി പറയണ്ട, പിന്നെ അതിന് കേസ് വേറെ വരും. കാരണം ഈ ഏജ് പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും. അങ്ങനെ പിന്നെ എക്സ് അഡ്വർടൈസ്മെന്റ് തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതൽ ഓർഡറുകൾ എടുക്കൽ തുടങ്ങി. ഇതേപോലെ എനിക്കൊരു മുക്കത്തൊരു വലിയൊരു ടെക്സ്റ്റൈൽ വരികയാണ്. ഈ ടെക്സ്റ്റൈലിന് ബോർഡ് വേണം, വലിയ ഫ്ലക്സിന്റെ ബോർഡ് വെക്കണം. അങ്ങനെ ഞാൻ അവിടെ പോയി. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പോയി കാണുക, സംസാരിക്കുക, ഓർഡർ എടുക്കുക. ഇതിൽ ഞാൻ എക്സ്പേർട്ടായി. ഒരു വർക്ക് ക്യാൻവാസ് ചെയ്യാൻ ഏതറ്റം വരെ പോവാൻ ഞാൻ റെഡിയായി. അതിന് ഒന്നാമത്തത് ഞാൻ മനസ്സിലാക്കുന്നത്, നല്ല ധൈര്യം വേണം നമുക്ക്. എവിടെയും കയറി ചെല്ലണം, ആരടുത്തും കയറി ചെല്ലണം. ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അങ്ങനെ ഞാൻ കയറി ചെല്ലും, ഓരോ സ്ഥലത്തും ഞാൻ കയറി ചെല്ലും. അങ്ങനെ കയറി ചെന്ന് സാധ്യതയുള്ള ഒരു ഷോപ്പിന്റെ പണി നടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി അന്വേഷിക്കും, ആരാണ് ഇതിന്റെ ഓണർ, എവിടെ പോയാലാണ് വർക്ക് കിട്ടുക എന്നുള്ളത്. അങ്ങനെ അവരെ തപ്പിപ്പിടിച്ച് അവരെടുത്ത് പോയിട്ട് ഞാൻ സംസാരിച്ച് അതിന്റെ എല്ലാ വർക്കും, ബിൽ ബുക്ക്, വിസിറ്റിംഗ് കാർഡ്, ബാനർ, ബോർഡ്, സൈൻ ബോർഡ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ MAയിലാണ് എനിക്ക് ആദ്യം കിട്ടുന്ന ഓർഡർ. ഈ ഓർഡർ കിട്ടുന്ന സമയത്ത് ഇവിടെ ഫ്ലെക്സ് പ്രിന്റിങ് വന്നിട്ടില്ല, ഇവിടെ ഇല്ല. അങ്ങനെ ഫ്ലെക്സ് പ്രിന്റിങ് വളരെ റെയറാണ്. അപ്പം ഇത് ചെയ്യുന്നത് ഇതും ഇതേപോലെ ട്രാവൽസിൽ വരികയാണ്, ബസ്സിൽ വരികയാണ് പുറത്തുനിന്ന്. ഇതേപോലെ ഞാൻ കണ്ടെത്തിയത് മാക്രോമീഡിയ ഹൈദരാബാദ്, ഇത്ര ഒരു അഡ്രസ്സ് എനിക്ക് കിട്ടി. ഇതിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനിത് എത്രയോ ദിവസം ഡിസൈൻ ചെയ്തു. അന്ന് ഗ്രാഫിക് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇത്ര പെർഫോമൻസ് ഉള്ള സിസ്റ്റം ഒന്നല്ല. അതേ ടൈം എടുത്ത് ലാഗ് ചെയ്ത് വേണം. ഇതൊക്കെ റെസൊല്യൂഷനിൽ ചെയ്യും വേണം. കാരണം ഫ്ലെക്സ് പ്രിന്റിങ്ങിന് പോകാനുള്ള സാധനമാണല്ലോ, ഓഫ്സെറ്റ് പ്രിന്റ് അല്ലല്ലോ. അപ്പം നല്ല റെസൊല്യൂഷനിൽ ചെയ്യണം. അങ്ങനെ ഇതെന്ത് ചെയ്തു, ഞാൻ ആ ഡിസൈനൊക്കെ ഫൈനലാക്കി. പ്രൈസ് ഒന്നും അറിയാതെ ഞാനൊരു പ്രൈസ് ഗസ് ചെയ്ത് പറഞ്ഞു, കിട്ടി. ഇത് ചെയ്താൽ ലാഭാവോ നഷ്ടാവോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ചെയ്യണം. ഈ ബോർഡ് എനിക്ക് വെക്കണം. കാരണം എന്റെ അടുത്തൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിസിറ്റിംഗ് കാർഡ് പ്രിന്റ് നിന്നും ബാനർ, എന്റെ അടുത്തൊരു സ്റ്റേജ് ഞാനൊരു സൈൻ ബോർഡ് ചെയ്യുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ ഇതൊന്നും പ്രൈസ് ഒന്നും കൃത്യമായ ധാരണ അല്ലാതെ ഞാനൊരു ഉദ്ദേശം പ്രൈസ് കണ്ട് അത് പറഞ്ഞു, ഓർഡറൊക്കെ എടുത്തു. ഞാൻ ഈ CD-യുമായിട്ട്, അന്നൊരു CD-യാണ് വരുന്നത്, ഈ CD-യുമായിട്ട് ഹൈദരാബാദിലേക്ക് പോയി. ഹൈദരാബാദിൽ പോയി അവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. മാക്രോമീഡിയ വിൽസൺ ഗാർഡൻ അങ്ങനെ എന്തോ ഒരു ഇലക്ട്രോണിക് സിറ്റി, ചെറിയ എന്തോ ഒരു അതിനൊരു എന്താ പറയുക, ഒരു ടൈറ്റിൽ നെയിം കൂടി ഉണ്ട്, അതുകൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതേ എനിക്ക് അറിയുള്ളൂ, ആരും ഈ സ്ഥാപനം അറിയില്ല. ഒരാള് പറഞ്ഞു, എനിക്കിത് ട്രാവൽസ് നിന്നാണ് കിട്ടുന്നത്. ഞാൻ നോക്കുന്നത് എന്താണ്, ഈ സാധനം എവിടെ നിന്നാ വരുന്നതെന്നാണ്. ഇവിടെ വരുന്നുണ്ടല്ലോ, ബാലാജി കണ്ടെത്തിയ അതേ വഴി തന്നെയാണ് ഈ സാധനം വരുന്നത്, ഇവിടെ നിന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ പോയിട്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള വഴിയാണ് നോക്കുന്നത്. അവിടെ നിന്നാണ് വരുന്നത്, അത് സക്സസ് ആണ്.
അത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ആ പ്രിന്റ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ പല പ്രിന്റിനും പല പ്രശ്നങ്ങളുമാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഫസ്റ്റ് വർക്ക് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്ലോപ്പ് ആവരുത്, ഫെയിലിയർ ആവരുത്, അതെ. നല്ല വർക്കായിരിക്കണം. അപ്പൊ അതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സാധനം ഇതെടുത്തിട്ട് അവിടെ എത്തി. ഒരാൾ പറഞ്ഞു ഇത് ഈ ഇലക്ട്രോണിക് സിറ്റി അല്ലെങ്കിൽ വിൽസൺ ഗാർഡൻ എന്തോ ഒരു ഇതുണ്ട്, അത് സിക്കന്ദരാബാദിലാണെന്ന് പറഞ്ഞു. അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി, സിക്കന്ദരാബാദ് പോയി. അവിടെ പോയി ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ചു, ആർക്കും ഒരു ഐഡിയ ഇല്ല. അവസാനം ഒരു ഓട്ടോക്കാരന് ഒരു സ്ഥലം പറഞ്ഞു, ഒരു സ്ഥലമുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെ ആവാൻ സാധ്യതയുണ്ട്, അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയ സമയത്ത് അവിടെ നിന്നുള്ള 1-2 ആളുകൾ പറഞ്ഞു തന്നു ഇന്ന ഏരിയയിലാണെന്ന്. അപ്പൊ അവിടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരൊരു ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് ഇന്ത്യന്റെ പല സ്ഥലങ്ങളിലേക്കും ഈ സാധനം ഇങ്ങനെ കൊറിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ സ്ട്രാറ്റജി. അല്ലാതെ വലിയ ബോർഡൊക്കെ വെച്ച് ഒരു സ്ഥാപനം നടത്തുന്ന പോലെ നടത്തുന്നതല്ല. കംപ്ലീറ്റ് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിന്റെ ഉള്ളിൽ ഉള്ള ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് കണ്ടുപിടിക്കാനും ഒരു വാക്കിംഗ് കസ്റ്റമറൊക്കെ അവിടെ വരുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഇവര് CD ആയിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ ഒരു CD-യുമായിട്ട് അവിടെ എത്തിപ്പെട്ടു. അവരെന്നെ അവിടെ ഇരുത്തി എനിക്ക് വെള്ളവും ചായയൊക്കെ തന്നു. എപ്പോഴാ തിരിച്ചു കൊണ്ടുവന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ടിക്കറ്റ് ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നീ 2 ദിവസം കറങ്ങി വാ, അപ്പൊ ഞങ്ങൾ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഹൈദരാബാദ് പോയി. അന്ന് ഹൈദരാബാദൊക്കെ കണ്ടു. തിരിച്ചവിടെ പോയി നോക്കുമ്പോൾ എൻ്റെ സാധനമൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ച് അങ്ങനെ റേറ്റ് ഒക്കെ കൊടുത്തു. റേറ്റ് അവരെനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തന്നു. ഞാൻ പ്രതീക്ഷേനേക്കാളൊക്കെ എത്രയോ താഴെ ഉള്ള റേറ്റിന് എനിക്ക് കിട്ടി. അവരെനിക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി നീ ഇങ്ങോട്ട് വരണ്ട, നിന്റെ സ്ഥാപനം ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ പറഞ്ഞു അവിടെ ഇനി ഞങ്ങൾ ആൾ വന്ന് കളക്ട് ചെയ്യുന്ന പറഞ്ഞു. നിന്റെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾ CD കളക്ട് ചെയ്യുന്ന പറഞ്ഞു. നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല നിനക്ക് ക്രെഡിറ്റും തരാമെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യണ്ട, നീ ഓർഡറൊക്കെ എടുത്ത് വരക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹിന്ദിയിലാട്ടോ. എനിക്ക് ഹിന്ദി ഒന്നും ഒരു തരി പോലും വശമല്ല. പിന്നെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും എന്തില്ല, ഭാഷ ഞാൻ പറഞ്ഞത് അവർക്കോ അവരുമുള്ളത് എനിക്കോ മനസ്സിലാവാൻ ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഒരു സ്റ്റൈല് തന്നെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മതി. നമ്മൾ ഏത് രീതിയിൽ സംസാരിച്ചാലും മുഖത്ത് നോക്കിയിട്ടും നമ്മൾ ആക്ഷൻ നോക്കിയിട്ടും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവും എന്നുള്ളതാണ്. ഏതായാലും ഞാൻ തിരിച്ചു വന്നു, സാധനം വന്നു, ബോർഡൊക്കെ വെച്ചു, ഭയങ്കര സക്സസ് ആയി, അടിപൊളി ബോർഡായി. അതെൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് വേണേൽ പറയാം. അങ്ങനെ ഇഷ്ടം പോലെ ഓർഡറുകളായി. എൻ്റെ ഓഫീസിൽ വന്ന് CD എടുക്കും, എൻ്റെ ഓഫീസിൽ സാധനം ഡെലിവറി തരും. അങ്ങനെയാണ് ആ ഒരു സാധനം എന്താവുന്നത്, സൈൻ ബോർഡ് ബിസിനസ്സിൽ ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്കിത് പ്രിന്റ് ചെയ്തുകൂടാ. അപ്പൊ ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യല്ലേ, എൻ്റെ കയ്യിൽ വർക്ക് ഉണ്ടല്ലോ. പക്ഷെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അന്നത്തെ കണക്കിന് ഒരു മെഷീനൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. വലിയ പൈസ വേണം. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നമുക്കിതിൽ കിട്ടുന്ന ചെറിയൊരു കമ്മീഷൻ മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ ചിലവും കാര്യങ്ങളും ഒക്കെ അയച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞാനത് പിന്നെ ഒരാളെ കണ്ടെത്തണം. അപ്പം എനിക്ക് കൂടുതൽ വർക്ക് തരുന്ന ഒരു കോഴിക്കോടുള്ള ഒരു കമ്പനി ഉണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് സംസാരിച്ചപ്പോൾ അവർ ഓക്കെ മൊമാലി ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ എന്നിൽ അവർക്ക് കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. എൻ്റെ പ്രൊജക്റ്റ് അവർക്ക് ഓക്കെ ആയിരുന്നു. ഞാനൊരു ചെറിയ പയ്യന്, വിദ്യാഭ്യാസമല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ എന്നെ ഒരു പ്രൊഫഷണലി ഒരു ബിസിനസ്സുകാരനായിട്ട് എന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ആ പ്രോജക്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവർ തന്നെ ഒരുപാട് പ്രിന്റ് ചെയ്യുന്നതാണ്. ഞാനിതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണ്, ഇതിൻ്റെ മറ്റുള്ള ചെലവുകൾ എന്താണ്, നമുക്ക് എന്ത് ലാഭം കിട്ടും, എന്ത് വർക്ക് കിട്ടും, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടൊന്നല്ലെങ്കിലും ഞാനതൊരു പേപ്പറിൽ കൃത്യമായിട്ട് അവർക്ക് കൊടുത്തു. അവർ പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയി, അതൊക്കെ ചെയ്തു, കംപ്ലീറ്റ് അവിടെ ചെയ്തു. സ്ഥാപനമൊക്കെ വന്നു, സിസ്കളർ എന്നതിന് അതിൻ്റെ പേര്, എല്ലാം വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ നല്ലൊരു MBA-കാരനെ അതിൻ്റെ പോസ്റ്റിലേക്ക് വെച്ചു. ഞാൻ ഔട്ടായി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഭയങ്കരമായൊരു ഡ്രീമോട് കൂടി ചെയ്ത ഒരു സംഭവമായിരുന്നു. അവർക്ക് എന്നിൽ കോൺഫിഡൻ്റ് ഇല്ലാത്തതുകൊണ്ടോ എന്തോ അവരെന്നെ ഒഴിവാക്കി. പ്രൊജക്റ്റൊക്കെ വന്നു, അടിപൊളിയായി, ഭയങ്കര സക്സസ് ആയി. ഞാൻ അതിൽ പോയി. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അത് അവിടെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന അയാളെ കൂടെ ഉള്ള വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്നു, മോമാരിക്ക് ആ പ്രൊജക്റ്റ് ഇനിയും ചെയ്യാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓഫ്കോഴ്സ് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ മുടക്കാം പൈസ, മോമാരി മുന്നിൽ നിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ എക്സോഡേഷന് നേരെ താഴെ തന്നെ ഒലീവ് എന്ന് പറഞ്ഞിട്ട് റിജൻസി ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചു പോയി തോന്നുന്നു. ഒലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അതെനിക്ക് കിട്ടിയ രണ്ടാമതൊരു ഓപ്പണിംഗ് ആയി. ആ ഒലീവിൽ നിന്നും പിന്നെ എന്താ പറയുക, വേറൊരു ടീമായിട്ട് ടൈപ്പായി വീണ്ടും സ്ഥാപനങ്ങൾ വന്നു. അടുത്തടുത്ത് ഇതേപോലെ തന്നെ വേറെ മേഖലയിലേക്ക് വന്നു.
അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇത് വെച്ചാൽ ഇതല്ല, ഇതിനും അപ്പുറത്തേക്ക് ഇതിന് സാധ്യതകളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി എന്തുകൊണ്ട് അപ്പം ഞാൻ എന്തിനാ മെഷീൻ വാങ്ങണത്, എന്തുകൊണ്ട് എനിക്ക് മെഷീൻ ഇമ്പോർട്ട് ചെയ്തുകൂടാ. ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇത് അന്ന് ചൈനയിൽ നിന്നാണ് വരുന്നത്, എക്സിബിഷൻസ് ഒക്കെ നമ്മൾ പോയി കാണുകയും അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഓക്കെ എന്നാൽ നമുക്ക് ചൈനയിൽ പോവാം, ഇവിടെയൊക്കെ നമ്മൾ പോയല്ലോ, മധുരയിൽ പോയി, ഹൈദരാബാദ് പോയി. ഇതപ്പോ ചൈനയിൽ പോയാല്. അങ്ങനെ എൻ്റെ ഒരു 22ാമത്തെ വയസ്സിൽ ഏതാണ്ട് ഒരു 25 വർഷം മുമ്പ്, അല്ല 23 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ഞാൻ 44 അല്ലെങ്കിൽ 45 എന്ന് പറയാം. ഒക്കെ ഞാൻ ചൈനയിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കൊടുവള്ളിയിലെ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരാൾ അന്ന് ഹോങ്കോങ്ങിൽ, പുള്ളിക്ക് ദുബായിലേക്ക് ഈ ഫോണ്, നോക്കിയ ഫോണൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് യാതൊരു ധാരണയില്ല, പക്ഷെ ഹോങ്കോങ്ങിൽ വരെ നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മൾ എത്തിക്കാൻ പുള്ളിക്ക് പറ്റും. അന്ന് ഹോങ്കോങ് ഓണറേബിൾ വിസയാണ്, വിസേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് പോയി, പാസ്പോർട്ട് മാത്രം മതി. ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഹോങ്കോങ്ങിൽ പോയി, ഹോങ്കോങ്ങിൽ ഇറങ്ങി, ഞാനും വേറെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി അവിടെ ഇറങ്ങി. പുള്ളി ഞങ്ങളെ റിസീവ് ചെയ്തു, എയർപോർട്ടിൽ ഞങ്ങൾ റിസീവ് ചെയ്തു. അവിടെ ചുങ്കിമിൻഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതായത് മലയാളീസ് പോയാൽ താമസിക്കുന്ന, ഈ ഏഷ്യൻസ് ഒക്കെ കൂടുതലും വന്നാൽ നിൽക്കുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് ബഡ്ജറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ട്രാവൽസിൽ വിസ കൊടുത്താൽ, നമ്മൾ ഇന്ന് വിസ കൊടുത്താൽ നാളേക്ക് നമ്മൾ ചൈന വിസ അടിച്ച് കിട്ടും, ചൈനയിൽ പോയാൽ മതി. അങ്ങനെ പുള്ളി ഏതോ ഒരു ഏജൻസിനെ റെഡിയാക്കി തന്നു. അതായത് ഇതൊക്കെ ഫൈൻഡ് ചെയ്യണമല്ലോ മിഷനറികളൊക്കെ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം എൻ്റെ അനിയന് BCom ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ആളെൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഈ അക്കൗണ്ട്സും ബിസിനസ് കാര്യങ്ങൾ ഫിനാൻസൊക്കെ നോക്കുക, മാർക്കറ്റിങ്ങും സെയിൽസും അതേപോലെ പ്രോഡക്റ്റ് കണ്ടെത്തുന്നു, അതെല്ലാം ഞാൻ ആയിക്കോളാം. ഇതൊന്നും എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റും അല്ല, ഈ അക്കൗണ്ട്സ്, ഫിനാൻസ്, ലീഗൽ, ഇതൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റും അല്ല. അങ്ങനെ അത് പുള്ളിനെ ഏൽപ്പിച്ച് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ അവിടെ ചൈനയിൽ പോയിട്ട് ഒരുപാട് ഫാക്ടറികളൊക്കെ വിസിറ്റ് ചെയ്തു, പക്ഷെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനമായില്ല, അത് അവിടുന്ന് കിട്ടില്ല. അങ്ങനെ റിട്ടേൺ പോന്നു, തിരിച്ചു പോന്നു. കൃത്യമായിട്ടൊരു കമ്പനി ഒന്നും കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നീട് അടുത്തൊരു എക്സിബിഷന്, ചൈന ഒരു എക്സിബിഷന് ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടി. അങ്ങനെ ആ എക്സിബിഷന് പോയി ഞങ്ങൾ, ആ ചൈന ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ അതിൽ നിന്നും ഞങ്ങൾ ഉദ്ദേശിച്ച കമ്പനി അപ്പോഴും കിട്ടില്ല. ഞങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്, ഏജൻസി വഴി കൊടുത്തുകൊണ്ടിരുന്നത്, അതപ്പോഴും കിട്ടില്ല. പകരം അതേപോലുള്ള വേറൊരു കമ്പനിനെ കിട്ടി. ആ കമ്പനി ഷെങ്യങ് എന്ന് പറഞ്ഞ ഒരു റഷ്യന്റെ ഒക്കെ ഒരു ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, -ഡിഗ്രി തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി, തിരിച്ചു വന്ന് പിന്നെ രണ്ടാമത് പോകാൻ കേട്ടോ. അവിടെ പോയി ആ കമ്പനി കണ്ടെത്തി. അത് ഇതിന്റെ ടെക്നിക്കലി യാതൊരു വിവരവും ഇല്ല, നമുക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അന്ന് UPS ഒക്കെ സപ്ലൈ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എറണാകുളത്തുള്ള ഓസ്റ്റിൻ എന്ന് പറയും, ഓസ്റ്റിൻ ലൂക്കസ്. പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ടെക്നിക്കലി നിങ്ങളൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൈകാര്യം ചെയ്യണം, ബാക്കി ഫിനാൻസും പൈസ ഇറക്കുന്നതും ഇത് ചെയ്യുന്നതൊക്കെ ഞാൻ നമ്മളെ സുഹൃത്തുക്കളും കുറച്ച് ഫാമിലിയൊക്കെ അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ചെയ്യാന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എന്നിലുണ്ടായ ഈ 2-3-4 വർഷത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങളാണ്. ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് അംഗീകരിക്കപ്പെട്ടു, എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടി. ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്തു. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു അവസ്ഥയെന്നല്ല ഞാൻ വരുന്നത്. അപ്പോൾ അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അതിശക്തമായ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രചോദനം എന്നിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ മെഷീന് ഈ ഷെങ്യങ്ങിന്ന് പർച്ചേസ് ചെയ്ത് സാധനം ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ആ മെഷീൻ നമ്മൾ വിചാരിച്ച അത്ര സക്സസ് അല്ലായിരുന്നു. അതിന് ചെറിയ ചെറിയ കംപ്ലയിൻസ്, ഒരു സസ്റ്റൈനബിൾ അല്ലായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ സർവീസ് ടീമിനെ വെച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്നിട്ടും അതെന്തായില്ല, 100% സക്സസ് ആയിട്ട് ആ മെഷീൻ റൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇതൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ടീം, നമ്മൾ ആദ്യം മെഷീൻ ചോദിച്ച ടീം. പക്ഷെ ഞാൻ നല്ല മെഷീൻ വിറ്റു. അന്നൊരു മെഷീൻ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം 20 ലക്ഷം രൂപയൊക്കെയാണ്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് നമുക്ക് കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ മെഷീൻ വിറ്റു. ഞാൻ തന്നെയാണ് വിൽക്കുന്നത്, മെയിൻലി ഫ്രണ്ട് ലൈൻ ഞാൻ തന്നെ എന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്ക് എൻഡിൽ എൻ്റെ അനിയനെ ഈ പറഞ്ഞ അക്കൗണ്ട്സ്, ഫിനാൻസ്, ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഒക്കെ പുള്ളി ചെയ്യായിരുന്നു. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞ അളിയനുണ്ടല്ലോ, ഈ അളിയനപ്പോൾ ഗൾഫിലൊക്കെ ഒന്ന് പോയി വന്നു. അളിയനോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആളിനി നീയാണെന്ന് പറഞ്ഞു, നീയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിനക്ക് പറ്റും, എനിക്കറിയാം നിനക്ക് പറ്റുമെന്ന്, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നിനക്കും പറ്റും, പ്രശ്നമേ അല്ല, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അളിയനെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു നേതൃത്വം പുള്ളിനെ ഏൽപ്പിച്ചു. പക്ഷേ മറ്റേ ഞാനിത് പറഞ്ഞ മെഷീൻ്റെ കമ്പനിക്കാരെ നമ്മൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടു, നിങ്ങൾക്ക് ഞങ്ങളെ ബ്രാൻഡിൽ തരൂല, വേറൊരു ബ്രാൻഡിൽ വേണേൽ സാധനം തരാമെന്ന് പറഞ്ഞു.
കാരണം നമ്മുടെ സെയിൽസിന്റെ ഒരു വോള്യം അവര് കണ്ടിട്ട് അങ്ങനെ അവർ ഓക്കെ നമുക്ക് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് വേണ്ട, നിങ്ങൾ വേറെ ബ്രാൻഡ് തന്നു, ആ പ്രോഡക്റ്റ് അതാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ അത് അവർ നമുക്ക് തന്നു. അത് നമുക്ക് അടുത്തൊരു വലിയൊരു ഡെവലപ്മെന്റിലേക്ക് വന്നു. നമ്മൾ വലിയ വലിയ രീതിയിൽ ബിസിനസ്സുകൾ ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് എക്സിബിഷൻസുകൾ അറ്റൻഡ് ചെയ്തു, സ്റ്റാളുകൾ ഇട്ടു. അപ്പോൾ ഇതൊക്കെ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ടാണ്, ഒരു 4-5 വർഷം, ഇത്രയും സമയം കൊണ്ടാണ് ഒരു വിസിറ്റിംഗ് കാർഡ് പ്രിന്റിങ്ങിൽ നിന്ന് ഞാനൊരു മിഷനറി സപ്ലൈ ചെയ്യുന്നിടത്തേക്ക് എത്തുന്നത്. നമ്മുടെ ബ്രാൻഡ് സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലറായി. ചെന്നൈ ഓഫീസ് വന്നു, ബാംഗ്ലൂർ ഓഫീസ് വന്നു, ഹൈദരാബാദൊക്കെ ഞങ്ങൾ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ റോ മെറ്റീരിയൽ സെയിൽസിലേക്കൊക്കെ വന്നു. റോ മെറ്റീരിയലൊക്കെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്തു, റോ മെറ്റീരിയൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഫ്ലെക്സ്, ഇങ്ക്, വിനയൽ ഇങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തു. വളരെ നല്ല രീതിയിൽ ബിസിനസ് വളരെ പ്രോഫിറ്റബിളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രൊഫഷണൽ ബിസിനസ്സുകാരനും അല്ല, എനിക്ക് ബിസിനസിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇതിനറിയില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രപ്പോസൽ ഞങ്ങളെടുത്ത് ഞങ്ങളെ കൂടെയുള്ള ഒരാൾ കൊണ്ടുവന്നു. ആ പ്രപ്പോസൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രപ്പോസൽ അതൊരു ഗ്രൂപ്പ് ഓഫ് പിന്നെ എന്താ പറയുക, ഒരു എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കമ്പനീൻ്റെ പേരും പറയുന്നില്ല. അത് അവർക്ക് അവിടെ പിന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം, സ്ഥലവും അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ലാൻഡ് എടുക്കാനുള്ള നമ്മൾ നോക്കി, ലാൻഡ് അല്ലേ, വില്ല പ്രോജക്റ്റ് അല്ലേ, നഷ്ടം പറ്റാനൊരു സാധ്യതയില്ല. ജോയിന്റ് വെഞ്ചറായിട്ട്, യെസ്, അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി, പല പ്രശ്നങ്ങളും വന്നിട്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായാലും റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയല്ലോ, കുറെ പൈസ പോയില്ലേ, ഇനി അത് അതിൽ തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ള നിലക്ക് ഞങ്ങൾ വേറെയും റിയൽ എസ്റ്റേറ്റുകളിലേക്ക് ഇറങ്ങി. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഡൈവേർഷൻ വന്നു. നമ്മളൊരു ബിസിനസ്സിന് 2 തരം പണങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട പൈസ ഉണ്ട്. 2, അതായത് നമ്മുടെ ബിസിനസ്സിൽ അതിങ്ങനെ ഫണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇന്നത് സ്റ്റോക്ക് ആണെങ്കിൽ നാളെ അത് ക്യാഷ് ആണ്, മറ്റന്നാൾ അത് സ്റ്റോക്ക് ആണ്, അഗെയിൻ ക്യാഷ് ആണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഫണ്ട് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ ഇട്ടു? റിയൽ എസ്റ്റേറ്റിൽ ഇട്ടു. ഭയങ്കര പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് അവിടെ ഡെഡായ മാതിരിയായി. അവിടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ട്, ഡെഡായ മാതിരിയായി. നമ്മൾ ഒരുപാട് ആളുകൾ അസോസിയേറ്റ് ചെയ്തൊരു സംവിധാനത്തിലായിരുന്നു ഈ പണത്തിൻ്റെ ഒക്കെ മെയിൻ സോഴ്സ്. ആളുകൾക്ക് നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിയും ഒക്കെ വെച്ചിട്ട് ആൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. പക്ഷേ റിയൽ എസ്റ്റേറ്റിലൊന്നും ബ്ലോക്കായ പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, 10 ഏക്കർ, 5 ഏക്കർ, 4 ഏക്കർ, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ മേൽക്കുമേൽ വരാൻ തുടങ്ങി. അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള മലപ്പുറത്തൊക്കെ ഉള്ള 1-2 ആളുകൾ സൂയിസൈഡ് ചെയ്തു, കുറെ കമ്പനികൾ പൊട്ടി. അങ്ങനത്തെ ഒരു സീസൺ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, പൊട്ടൽ. പല കമ്പനികളും അങ്ങനെ അങ്ങോട്ട് വന്നു. ഇതില് അത് നമ്മളെ ശരിക്കും ബാധിച്ച സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ കയ്യിലെ ലാൻഡുകളൊക്കെ നമ്മൾ ഈ പ്രൈവറ്റ് ഫിനാൻസിയേഴ്സിന് പണയം വെച്ചിട്ട് കുറച്ച് പൈസ ലിക്വിഡേറ്റ് ചെയ്ത ആളുകളെ നമ്മൾ ഒഴിവാക്കി. അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്ന് വിചാരിച്ചു. പക്ഷെ അത് സോൾവ് ആയില്ല. അത് പിന്നെ ഭയങ്കര പ്രശ്നമായിട്ട് 100% നമ്മൾ എന്താ പറയുക, ഫ്ലോപ്പായി പോയി. പിന്നെ നമുക്ക് നന്നായി നടന്നുകൊണ്ടിരുന്ന ബിസിനസ് ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതെല്ലാം നമ്മൾ അതിനകത്ത് പാർട്ട്നേഴ്സുകൾ വന്നു, അതിനകത്ത് പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഷെയറൊക്കെ പോയി, വേറെ ആളെ കയ്യിലേക്ക് ഷെയർ പോയി. കാരണം നമുക്ക് ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പിരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ വിൽക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ പല ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് എല്ലാവരും ഷെയറാണ് ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ മദർ കമ്പനിൻ്റെ എത്ര ഷെയർ തരും? അങ്ങനെ ഷെയർ വിറ്റു നമ്മുടെ കയ്യിലൊന്നും കാര്യമായിട്ട് ഷെയർ ഇല്ലാതായി. അവസാനം ഞാൻ അതിൽ ഔട്ടായി. ഞാൻ പൂർണ്ണമായിട്ടും, അതായത് നമ്മളായിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവന്ന, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വിസിറ്റിംഗ് കാർഡ് പ്രിന്റിങ്ങിൽ നിന്നും കൊണ്ടുവന്നൊരു സാധനം പരിപൂർണമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെത്തി. അപ്പോൾ പക്ഷെ നമ്മുടെ ജോലിക്കാരൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ അളിയെന്ന് പറഞ്ഞല്ലോ, പുള്ളി അവിടെ ജോലിക്കാരാണ്. എൻ്റെ അനിയനൊക്കെ ഉണ്ടല്ലോ ജോലി അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ട്. പക്ഷെ കമ്പനിൻ്റെ ഓണർഷിപ്പ് കൂടുതലും മറ്റാളുകളിലേക്ക് പോയി. പിന്നെ ബാക്കിയുള്ള ചെറിയ നമ്മുടെ ഷെയറുകളൊക്കെ ബാധ്യതകളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടി മാറ്റി വെക്കുകയും ചെയ്തു. ഫലത്തിൽ എനിക്ക് എന്തില്ല, ജോലിയുമില്ല, പിന്നെ ബിസിനസ്സും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പൊ ഞാനിങ്ങനെ റിയലൈസ് ചെയ്തു, എന്തപ്പോ സംഭവിച്ചത്, ഒരു വൻപിച്ച മഴ പെയ്ത് ചോർന്നമായിട്ടാണ് എൻ്റെ ലൈഫ്. അപ്പൊ എനിക്കൊരു 27 വയസ്സേ ഉള്ളൂ. ഏത് 27 ഒരു 28 വയസ്സുണ്ടാവുമായിരിക്കും, 30 വയസ്സിൽ താഴെയാണ്.
17 വയസ്സിൽ നിന്ന് തൊട്ടിട്ട് 20-22 വയസ്സാകുമ്പോൾ വലിയ സക്സസ്സിൽ ഒരു 25 വയസ്സ് വരെ പീക്ക് ലെവലിലേക്ക് പോയി. 25 വയസ്സ് മുതൽ ഒരു 28-29 വയസ്സ് വരെ ഡൗൺ ആയിപ്പോയി. 29 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇതിന്റെ പരാജയം സമ്പൂർണ്ണമായി. ഒരു നിലക്കും ഇനി നമുക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അങ്ങനെ ഏറെക്കുറെ അത് അവിടെ അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചു. ഞാൻ അവിടുന്ന് ഏകദേശം പടിയിറങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ സംഭവിച്ചത്. ഞാൻ വൈഫായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്തു എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കഴിവുണ്ട്, അതില്ലാന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഇതൊന്നും വെറുതെ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരാൾ ഇത്ര പൈസ കടാക്കട്ടെ. വൈഫ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും പൈസ കടാവണമെങ്കിൽ അതിനൊരു കഴിവ് വേണം, വെറുതെ കടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പൈസ കടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു കഴിവുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയെടുത്ത് ഉള്ള മിസ്റ്റേക്കാണ്. അതടി കറക്റ്റ് ചെയ്താൽ ഇതൊക്കെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. അപ്പൊ ഞാൻ പിന്നെ സ്പിരിച്വലി ഞാൻ എന്താ പറയാ, മതപരമായിട്ട് ഞാൻ നന്നായിട്ട് ഒരു വിശ്വാസിയാണ്. അന്ധവിശ്വാസിയല്ല, യഥാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസിയാണ്. ആ നിലക്ക് നമ്മൾ പറയുന്നൊരു സംഗതി, നമുക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിലേക്കൊരു നന്മയുണ്ടാവും, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി. അതിലൊരു നന്മയുണ്ടാവും, അത് നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ മതി എന്താണെങ്കിലും നന്മ. ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു എന്താ നന്മ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒരു ടീച്ചിങ് ആണ്, കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള. ആ നിലക്ക് അതിനെടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ 1-2 വർഷം ഞാൻ ഇങ്ങനെ ന്യൂട്രായി നിന്നു, ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് ഒന്ന് ആലോചിക്കാൻ. അപ്പോഴേക്കും ഞാനും അനിയനും പാർട്ണർഷിപ്പൊക്കെ പിരിഞ്ഞു. പുള്ളിൻ്റെതായ രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്നുള്ളതിലേക്ക് പുള്ളി പോയി. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു അൺസർട്ടനിറ്റി എന്നൊക്കെ പറയുമല്ലോ, ഒരു യുദ്ധമുഖത്താണ്. നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലേ. നമുക്കൊരാളെ കെയർ ചെയ്യണമെന്നോ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അത്രയും നിസ്സഹായനാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 ബൈക്ക് എന്നുള്ള രൂപത്തിലൊക്കെ ആയി. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ അതുവരെ ഡ്രൈവറേയും കാറും ഒക്കെ വെച്ച് പോയ ആളാണ്. പിന്നെ അതേ നടന്നു പോകണം റോട്ടുമ്മ കൂടി. അപ്പൊ ആൾക്കാരൊക്കെ ആ സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ട്. അതുവരെ ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ഇന്നോവ കാർ എടുത്തുന്ന ആള് ഞാനാണ്, വിത്ത് ഡ്രൈവർ. എന്ത് കങ്ങുമ്പോ കയറി ഈ സെപ്റ്റി ടാങ്ക് കുഴിക്കാൻ പോയ ആളാണ് ഞാൻ. ആ ആളാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നത്, കാറും ഡ്രൈവറുമായിട്ട് പോകുന്നത്. അതും അന്ന് ഇന്നോവ കാറിലാണ് ഞാൻ പോയത്. അപ്പം അത് പിന്നീട് ഞാൻ റോട്ടുമ്മ കൂടി നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പോഴേ എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ തൽക്കാലം ഒരു ചെറിയ വേജസിന് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി, തുച്ഛമായ പണം ഒരു ദിവസം കിട്ടുന്നത്. സോ അത്രയും വലിയൊരു ബിസിനസ് എംപയർ നടത്തിക്കൊണ്ട് വന്നിടത്ത് നിന്ന് പിന്നെ ഡെയിലി വേജിന് പോയി തുടങ്ങി. അതെ, അത് എൻ്റെ നാട്ടിൽ തന്നെ ഓമശ്ശേരിൻ്റെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള സംഗതി ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് നിശ്ചയിച്ച കൂലി 500 രൂപയായിരുന്നു. അതിനകത്ത് വേറൊരു തോട്ട്സ് കൂടി എനിക്കുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഫൗണ്ടേഷൻ റെഡി ആവണം. നമ്മളെ ഫൗണ്ടേഷൻ റെഡി ആവാതെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്ത് ബിൽഡ് ചെയ്താലും അത് നിലക്കില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മുടെ ഫൗണ്ടേഷനിൽ മിസ്റ്റേക്ക് പറ്റി ഫിനാൻസിലാണ്, നമ്മൾ അടിത്തറ. അപ്പോൾ ആ ഫിനാൻസ് ശരിയല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് എന്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കിയാലും അത് ശരിയാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വല്ലാതെ വന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കാറ്, ഞാൻ ഉപയോഗിക്കുന്ന പേന, നല്ല വില പിടിച്ച പേനയായിരുന്നു, എൻ്റെ വാച്ച്, മുഴുവൻ സാധനങ്ങളും ഞാൻ കമ്പനിക്ക് തിരിച്ചേൽപ്പിച്ചു. വീട് ഞാൻ നല്ല വീടായിരുന്നു, വലിയ വീടായിരുന്നു. വീട് ഞാൻ പൈസ കൊടുക്കാനുള്ള ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ആൾക്ക് വീട് കൊടുത്തു. അവിടെ കുറച്ച് ഫർണിച്ചർ ഉണ്ടായിരുന്നു. അതൊരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ ഇങ്ങനെ പരിപാടി ഉണ്ട്, അതിനകത്തേക്ക് ഫർണിച്ചറില്ല, എനിക്ക് കാശ് നിങ്ങളുടെ അടുത്ത് തന്നായിരുന്നു, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഫർണിച്ചർ പറ്റുമോ നോക്കിയതാണ്. ആ പറ്റുന്നതാണ്, നിങ്ങൾ വണ്ടി വിളിച്ച് കയറ്റി കൊണ്ടുപോയിക്കൊള്ളിന്നാണ്. അങ്ങനെ അവർ കയറ്റി കൊണ്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു വാടക വീട്ടിലേക്കാണ് പിന്നെ മാറി. വളരെ പരിമിതമായ സൗകര്യം, വളരെ എന്താ പറയുക, എനിക്ക് തന്നെ എങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക, നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാറുകയാണല്ലോ. വളരെ വിശാലമായ ബാത്ത് അറ്റാച്ച്ഡ് AC റൂമെന്ന് വളരെ സൗകര്യമുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അത്ര വളരെ കുടുസായ ഒരു വളരെ സൗകര്യം കുറേ മാറുകയാണല്ലോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇനി എന്ത് സംഭവിച്ചാലും എന്ത് സംഗതി നടന്നാലും ശരി, നമ്മളതിൽ എന്തല്ല നിസ്സാരനാണ്, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണ്. നമ്മൾ ആരെയും പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ചതിക്കണമെന്നോ ചെയ്തതല്ല, ഇതൊരു ആക്സിഡൻ്റലി സംഭവിച്ചു പോവാണ്. പിന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമുക്കറിയില്ലല്ലോ എന്താണ് ഫ്യൂച്ചർ സംഭവിക്കുന്നത്, അത് നമുക്കറിയില്ല. ഒരു മാനുഷികമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
അപ്പം അത് സ്വാഭാവികമായിട്ടും ആരുമായിട്ടൊരു നമ്മൾ ഇടപാട് നടത്തുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യന് ഒരുപാട് ദുർബലതകളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷെ ഒരിക്കലും മോശമായ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 10 പൈസ ചിലവാക്കിയിട്ടില്ല. അങ്ങനത്തെ യാതൊരു ഹാബിറ്റും നമുക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ ചെറിയൊരു വീട്ടിലേക്ക് മാറി ഞാൻ ഈ ഡെയിലി വേജസിന് ജോലിക്കും പോയി. അങ്ങനെ ഈ ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഡ്രൈവറായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ അയൽവാസി തന്നെയാണ്, ഷമീർ എന്നാണ് പേര്. ഷമീർ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, മുഹമ്മലിക്ക നിങ്ങൾ എന്തായി ചെയ്യുന്നത്, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ ഇതൊന്നല്ല ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഷമീർ അതിനൊക്കെ പണം വേണ്ടേ, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എനിക്കൊരാളോട് പൈസ ചോദിച്ചു വാങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ, അതുകൊണ്ട് എനിക്കത് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷമീർ ചോദിച്ചു എത്ര പൈസ വേണമെന്ന് ചോദിച്ചു. എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിലൊരു പൈസ വേണ്ടേ, അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷമീർ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു 3 ലക്ഷം രൂപ ഞാൻ കൊണ്ടുതരാം, നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അവന് 3 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ 3 ലക്ഷം വെച്ചാൽ എന്തെങ്കിലും ആലോചിച്ച് നോക്കാം. അപ്പം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ള പരിപാടി തന്നെ ഞാൻ അവസാനിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ പൈസ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആ പരിപാടി തന്നെ ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ആദ്യം എടുത്ത തീരുമാനം സാമ്പത്തിക ശുദ്ധീകരണമാണ്. ഇനി നമ്മൾ ഒരു പണം ഒരാളോടുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള പിന്നെ എന്താ പറയുക, അവർക്ക് പ്രയാസം ഉണ്ടാവുന്ന, അവർക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഒരു സംഗതിയും വെച്ചിട്ടുള്ള പരിപാടി ഇനി ഞാൻ ചെയ്യൂല. ഇല്ലെങ്കിൽ വേണ്ട, എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ പൈസ കുറെ ഉണ്ടായി വിചാരിച്ച് മനുഷ്യൻ പ്രത്യേകിച്ച് ഒന്നും വലുതായിട്ട് സംഭവിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നുള്ള ഫുൾ കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്തു, അത് ഫെയിലിയറായി അല്ലേ, അത് ഒരുപാട് ഉയർച്ചകളുണ്ടായി. അതിന് ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ആ രീതിയിൽ പ്രോഫിറ്റുകൾ കൊടുക്കുകയും ആളുകൾ ആ രീതിയിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴ്ചയുണ്ടായ സമയത്ത് കുറേ ആളുകൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്നെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയായിട്ട് ആൾ വന്ന് വാതിലൊക്കെ ചവിട്ടി പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. ഭയങ്കര സീനൊക്കെ ആയി, വൈഫും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ചു. ഇതൊക്കെ എൻ്റെ ലൈഫ് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അപ്പോഴൊന്നും ഞാൻ പാനിക് ആയിട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഇതൊരു പരീക്ഷണമാണ് എന്നുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെ സാർ ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, നന്നായിട്ട് ഖുർആൻ ഓതുമായിരുന്നു, ഖുർആൻ നന്നായിട്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് ഓക്കെ, തവക്കുൽ ചെയ്യാന്നറിയും നമ്മൾ അങ്ങോട്ട് തവക്കുൽ ചെയ്തു, ഇതൊക്കെ പഠിച്ചോൻ അവിടെ നോക്കിക്കോളൂ, നമ്മൾ പ്രവർത്തിച്ചാൽ മതി, നമ്മൾ മാക്സിമം പ്രവർത്തിക്കുക, ബാക്കിയുള്ളത് നമ്മൾ ദൈവത്തിൽ വരമേൽപ്പിച്ചു. ദൈവം സർവശക്തനാണല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് കുഴപ്പമില്ല, മിസ്റ്റേക്കില്ല, ഞാൻ തിരിച്ചു വരും, വന്നിരിക്കും, ഉറപ്പാണ്. ആ ഒരു കോൺഫിഡൻറ്റിൽ ഞാൻ അങ്ങോട്ട് നിന്നു. അങ്ങനെ എന്തായി, ഞാൻ ഈ മക്കളെ നമ്മൾ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ, നമുക്ക് അരി വാങ്ങണ്ടേ. ആ നിലക്കാണ് ഞാൻ എന്ത് ചെയ്തത്, 500 രൂപയെങ്കിൽ 500 രൂപ ആ ഒരു ദിവസം കിട്ടിയാൽ ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പറ്റും. വാടക വീട് വളരെ ചെറിയ വാടകയുള്ള വീടാണ് എടുത്തത്. ആ വാടക എനിക്ക് കൊടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ഞാൻ പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചൈനയിൽ പോവുകയും പല പ്രോഡക്റ്റുകൾ സോഴ്സ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ വിറ്റ കമ്പനി കേട്ടോ, ആ കമ്പനി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓക്കെ, അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഞാൻ അവരെടുത്തൊരു പ്രപ്പോസൽ വെച്ചു. നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു മിഷനറിയാണ്, വേറെ അതിൻ്റെ തന്നെ വേറൊരു മിഷൻ ഉണ്ട്, അവർ ചെയ്യുന്നില്ല, അത് ഞാൻ ചെയ്യാം, അതിനുള്ള പൈസയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെ പേറ്റന്റ് അവർക്കാണല്ലോ, ആ ബിസിനസ് ചെയ്യാനുള്ള അവകാശം, റൈറ്റ്സ് അവർക്ക് വിറ്റണല്ലോ. പിന്നെ ഞാൻ ഇപ്പുറത്ത് വന്ന് ആ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന അങ്ങനെ ഒരു ഗ്യാരണ്ടി അഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, അതൊന്നുമില്ല. ഞാൻ വേറൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ അനിയനാണല്ലോ അത് ചെയ്യുന്നത്, അനിയനാണല്ലോ അവരുടെ കൂടെ ഉള്ളത്. അപ്പം ഞാനത് ചെയ്യുന്നത് അത് ശരിയല്ല, എനിക്കൊരു മനസാക്ഷി അത് ശരിയായി തോന്നാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാനത് ചെയ്യും, പൈസയും ഞാൻ കണ്ടെത്തിക്കോളും, ബിസിനസ്സും ഞാൻ ചെയ്യും, 50% ഷെയർ നിങ്ങൾക്ക് തരും, 50% എൻ്റെ അധ്വാനത്തിനും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഞാനും എടുക്കും, നിങ്ങൾ ഓക്കെ ആണെന്ന് ചോദിച്ചു. ഓക്കെ, അവരെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബിസിനസ് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയി, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ അവർ ഡിമാൻഡ് വെച്ചു, ആ ബിസിനസ് ഞാൻ ചെയ്യാൻ പാടില്ല, അത് ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള സക്സസിലേക്ക് വന്ന സമയത്ത് അതുകൊണ്ട് അതിന് എത്രയാണോ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റും ചിലവും ആയത് അത് തരാം, നിന്നെ സെറ്റിൽ ചെയ്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറിനാണ് അവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർക്ക് അത്രയും പ്രശ്നമാണ്, നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരി, നീ അന്ന് അങ്ങനെ കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അതും ക്ലോസ് ആയി. പക്ഷെ അതിൽ നഷ്ടമൊന്നും പറ്റില്ല. എനിക്ക് ജീവിക്കാനുള്ള ചെറിയൊരു ശമ്പളവും പ്ലസ് ഇതും കിട്ടിയ ഡെയിലി വേജസ് ഞാൻ ബിസിനസ് തുടങ്ങി, അത് അവസാനിച്ചു. പക്ഷെ എനിക്കായാലും പ്രത്യേകിച്ച് വലിയ പ്രയാസം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല.
അങ്ങനെ ഞാൻ അപ്പോൾ പിന്നെ ഞാൻ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൈനയിൽ പോയി. ഒരു ജിം എക്യുപ്മെന്റ്സ്, ഒരു ജിം എന്ന് പറഞ്ഞ ജിം ഫിറ്റ്നസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ പാവമണി റോഡിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചൈനയിൽ പോയി. അങ്ങനെ വെച്ചാൽ ഞാനും എൻ്റെ അളിയനും തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി സംബന്ധിച്ച് അളിയൻ പറഞ്ഞു നമുക്കൊരു സ്ഥലം വിസിറ്റ് ചെയ്യണം. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, അവർക്കൊരു ഫോറിനേഴ്സ് അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ജോലി പോകും, അതുകൊണ്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫാക്ടറികളൊക്കെ പോയി കണ്ട് സംസാരിച്ചു, വളരെ ടയർഡാണ്. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങുന്ന സ്ഥലത്ത് അവർ കാറുമായിട്ട് വരും, ജസ്റ്റ് ഒന്ന് അവിടെ പോയി വന്നാൽ മതി, നമ്മൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോട് കൂടി ഓക്കെ പറഞ്ഞു. കാരണം നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കണം അവിടെ. നമ്മൾ ഓരോ സ്ഥലം ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടുത്തെ രീതി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് ടയർഡാവും. അങ്ങനെ ഞാൻ നന്നായിട്ട് ടയർഡായി. അളിയൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ ആ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോയി. അതൊരു LED ഫാക്ടറി ആയിരുന്നു. ഓക്കെ, ഞാനതിങ്ങനെ വിസിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക്, ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലുള്ള വളർന്നു വന്ന ആളാണല്ലോ, എൻ്റെ മനസ്സിലേക്ക് പണ്ട് ഞാൻ എന്തായിരുന്നു ഫ്ലെക്സ് പ്രിൻറ്റിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു തോട്ട്സ്, അതേപോലെ അതൊരു പ്രിന്റ് മീഡിയ ആണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് മീഡിയ ആണ്, ഇതിനൊരുപാട് സാധ്യതകളും ഫ്യൂച്ചറും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്കിങ്ങനെ ഒരു വൈസപ്പ് മൊമെന്റ്, ഒരു വിഷൻ എന്താ പറയുക, അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഞാൻ എൻ്റെ എല്ലാ ഡാറ്റ അവിടെ നിന്ന് കളക്ട് ചെയ്തു, തിരിച്ചിവിടെ വന്നു. ഞാൻ ബ്രദറായിട്ട് സംസാരിച്ചു, ഞാൻ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, LED കമ്പനി, താല്പര്യമുണ്ടോ നിങ്ങൾക്ക് കൂടാന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 70% ഷെയർ നിങ്ങൾക്ക് തരാം, ബാക്കി എല്ലാം ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. അവർക്ക് ആരും ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ കമ്പനീൻ്റെ GMൻ്റെ അടുത്ത് പോയി, അവരോടും ഈ പ്രപ്പോസൽ വെച്ച്. അവർ നീ തന്നെ ചെയ്തോ, നിനക്കൊരു ബിസിനസ് ആയിക്കോട്ടെ, അതാണ് നല്ലത് എന്നുള്ളൊരു അർത്ഥത്തിൽ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. എനിക്ക് തുടങ്ങണമല്ലോ, മിനിമം ഒരു 15 ലക്ഷം റുപ്യെങ്കിലും വേണം. അപ്പോൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ട്, ഞാൻ മെഷീനൊക്കെ കൊടുത്ത ഹുസൈൻ കോട്ടക്കൽ എന്ന് പറഞ്ഞ വേറെ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ഒരു പ്രപ്പോസലായിട്ട് ഒരു ഇതായിട്ട് എൻ്റെ അടുത്ത് വന്നു, വേറൊരു മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട്, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു സംഭവം ഉണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു LED സ്ക്രീൻ ഫിക്സ് ചെയ്യുക, നിങ്ങളെടുത്ത് ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പുള്ളി എൻ്റെ ഒരു ഇതിൽ ഒരു LED സ്ക്രീനിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫസ്റ്റായിട്ട് ഒരു LED സ്ക്രീന് വന്നു. അന്ന് എൻ്റെ ബ്രദർ, ഇന്നത്തെ ഹവായി LED സ്ക്രീനിൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ കമറുദ്ദീൻ, അവന് അന്ന് പിന്നെ BTech കഴിഞ്ഞു, അവൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. പുള്ളി BTech കഴിഞ്ഞു, പക്ഷേ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. പുള്ളിനെ ഖത്തറിൽ നിന്നൊക്കെ വേറൊരു അന്യം ഖത്തറിലുണ്ട്, ബന്ന, ഇന്ന് ഞങ്ങളെ GCCയിലെ മാനേജിംഗ് ഡയറക്ടറാണ് ബന്ന ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവനവിടെ നല്ലൊരു MNC കമ്പനിയിലാണ്. അപ്പോൾ നീ ഇവിടെ വന്നാൽ നിനക്ക് സ്റ്റാർട്ടിങ് നല്ല ശമ്പളം കിട്ടും, കാരണം BTech ഹോൾഡർ ആണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ എന്ത് ചെയ്തു, ഇവനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള പൈസ ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് വരുന്ന ഒരു സഹായം കിട്ടാനുള്ള ഒരു സാഹചര്യമല്ല, അത്രയും മോശപ്പെട്ട അവസ്ഥയിലാണ് മൊത്തം ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ എൻ്റെ കൂടെ നിൽക്കാൻ നിർബന്ധിതനായി. അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട് LED കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന് ടെക്നിക്കലി കാര്യങ്ങളൊക്കെ അവൻ നോക്കുക, ഫിനാൻസും മറ്റുള്ള സംഗതികളും സെയിൽസ് ഏരിയയിലൊക്കെ ഞാൻ നോക്കുക. അങ്ങനെ ഒരു രണ്ടാളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. അന്ന് കേരളത്തിൽ LED വെക്കുന്ന സമയത്ത് ഒരുപാട് കമ്പനികൾ ഉണ്ട്, ഇല്ലല്ല, വളരെ അപൂർവം കമ്പനികളേ ഉള്ളൂ. ഞങ്ങൾ ഈ ഒരു ബോർഡ് ചെയ്തു, സത്യത്തിൽ ആ ബോർഡ് അവിടെ സക്സസ് ആയില്ല. അവിടെ വന്നു, പക്ഷേ അവർക്ക് പരസ്യം പിടിക്കാനും അത് വിജയിപ്പിക്കാനൊന്നും അത്ര രീതിയിൽ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അതൊരു ഓപ്പണിംഗ് ആയി. പിന്നീട് ഞങ്ങളൊരു ചെറിയ കമ്പനിയാക്കി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1-2 സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചു. വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നു. ഞങ്ങൾ എരിഞ്ഞിപ്പാലത്ത് ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉള്ളോട്ട് ഏരിയയിൽ ചെറിയ റൂമൊക്കെ എടുത്തു. അവിടെ വെച്ച് സ്ക്രോളിംഗ് ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫീൽഡിൽ പോയി ഓർഡർ എടുത്തു. അവിടെ നിന്ന് വളരെ തുച്ഛമായ, അതായത് 1 ലക്ഷം 2 ലക്ഷം രൂപ ടേൺ ഓവറുള്ള ഒരു കുഞ്ഞു കമ്പനിയായിട്ട് അത് മാറി, അത് തുടങ്ങി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോന്നു. അതാണ് ഹവായി LED സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്ഡേഷനും നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ദ നെക്സ്റ്റ്, എന്താണ് നെക്സ്റ്റ്, ഓക്കെ ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ ഇതാണ്, നമ്മൾ റെൻ്റൽ സെഗ്മെൻറ്റിലേക്ക് വരണം, ഈ ഇവൻ്റ് കമ്പനികൾക്ക് അതേപോലുള്ള ഏരിയയിലേക്കൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ വരണം. ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പണമില്ല, വേറെന്താ പറയുക, വേറെ പ്രത്യേകിച്ച് അപ്പോൾ ഈവൻ നമ്മളൊരു മൈനസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സീറോയിലുള്ള ഒരാൾ അതേപോലെ പോലും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു സ്ഥലത്ത് നിന്ന് കടം കിട്ടാൻ പോലും വളരെ പ്രയാസമായിരിക്കും. എന്നാലും നിലവിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മാക്സിമം നമ്മൾ
ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ചില സമയത്തൊക്കെ നമ്മളിത് നിർത്തിയാലോ, നമ്മളെ കൊണ്ട് ഇതിന് കഴിയില്ലല്ലോ, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഭയങ്കരമായ പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഓർഡർ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ നമുക്ക് ഒരു റെൻ്റൽ സെഗ്മെൻറ്റിലൊക്കെ ഇതേപോലെ ഒരു ടേണിംഗ് പോയിന്റ് യൂണിറ്റി ഷെബീർ എന്ന് പറഞ്ഞ കാലിക്കറ്റിലെ പുള്ളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുള്ളിയുടെ ഒരു വലിയൊരു ഓർഡർ നമുക്ക് തന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാനും പുള്ളിയായിട്ടുള്ള നല്ലൊരു അസോസിയേഷൻ ഉണ്ടാക്കാനും പുള്ളിക്ക് ഈ ഫീൽഡിലുള്ള ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ റെഫർ ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ കേരളത്തിലുള്ളൊരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കേരളത്തിൽ കുറച്ചുകൂടി നല്ല ഓർഡറുകളൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സിലാക്കി കോഴിക്കോടല്ല ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം, നമ്മൾ മിനിമം കൊച്ചിയിലേക്കെങ്കിലും മാറണം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കൊച്ചിയിലേക്ക് മാറി. ആ കമ്പനി അതായത് 2013 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ 2014 തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത്, 2013 ലാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കമ്പനി 2022 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഖത്തറിൽ നടന്ന ഫിഫൻ്റെ വേൾഡ് കപ്പിൽ അതിൻ്റെ ഒഫീഷ്യൽ വെണ്ടറായിരുന്നു ഞങ്ങൾ, ഫിഫൻ്റെ ഫിഫയുമായിട്ട്. അതുമാത്രമല്ല UK, US, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ ഇത്രയും രാജ്യങ്ങളിൽ കസ്റ്റമേഴ്സുള്ള ഓപ്പറേഷനുള്ള ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ 2 കാര്യങ്ങളാണ്. നമ്മളൊരു ആസ് എ എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരാളോട് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ വിശ്വസിക്കണം. നമ്മളെ തലച്ചോറിലേക്ക് നെഗറ്റീവ്സ് കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. നമ്മളെ ബിലീവ് ചെയ്യണം. മുമ്പ് ഒരാൾ പറഞ്ഞല്ലോ, നമ്മൾ എന്താ പറയുക, ഇരിക്കുന്ന കൊമ്പിനെ അല്ല ചിറകുകളെയാണ് ഒരു പക്ഷിയുടെ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളിൽ ഇരിക്കുന്ന കുറേ നമ്മളെ സഹായിക്കുന്ന ആളുകളെയോ നമ്മളെ കംഫർട്ട് സോണോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള എന്തെങ്കിലും ഫെസിലിറ്റി അതല്ല നമ്മൾ ബിലീവ് ചെയ്യേണ്ടത്. അതുകൊണ്ടൊന്നും അല്ല നമ്മൾ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തുന്നത് നമ്മളുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ്, നമ്മളുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മളെ വിശ്വസിക്കുകയും നമ്മൾക്ക് സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് തന്നെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. പിന്നെ നമ്മൾ എന്തൊരു സംഗതിൻ്റെയും നെക്സ്റ്റ് ലെവൽ, എപ്പോഴും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനുകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ അറിവുകൾ നേടണം. എന്താണ് ഞാൻ ചെയ്യുന്ന മേഖലയിൽ, എന്താണ് അടുത്ത പുതിയ ടെക്നോളജി, എന്താണ് അടുത്ത ഒരു പുതിയൊരു സ്റ്റെപ്പ്, അടുത്ത ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ LED തന്നെ പറയാം, LED അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ 10 കൊല്ലം കൊണ്ട് വെറുതെ അങ്ങോട്ട് വലിയ കമ്പനിയായി മാറിയൊന്നല്ല. ഞങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തി, പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനകത്ത് നിന്ന് മനസ്സിലായി റെൻ്റൽ സെഗ്മെൻറ്റിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ ഒരു ക്യാബിനറ്റ് അവൈലബിൾ അല്ല. അതൊരു ക്യൂബുകളാണ്. നമ്മൾ വലിയ സ്ക്രീൻ കാണുമല്ലോ, അതൊരു വലിയ സ്ക്രീൻ അല്ല, കുറേ ക്യൂബുകളാണ്. അപ്പം അതിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല നിലവിൽ മാർക്കറ്റിലുള്ളത്. അതെല്ലാവരും ഒരു ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടൊരു ഇവിടെ വിൽക്കും. അതൊരു ജനറൽ പ്രൊഡക്റ്റ് ആണ്. നമ്മളെ മാർക്കറ്റിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കി. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കണം. അതിനൊക്കെ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിന് ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ക്വാളിറ്റി കൺഫേം ചെയ്യണമെങ്കിൽ ഓരോ റോ മെറ്റീരിയൽ, അതിൻ്റെ IC അല്ലെങ്കിൽ അതിൻ്റെ ചിപ്പ്, പിന്നെ അതിൻ്റെ PCB, അതേപോലെ അതിൻ്റെ ഫൈബർ, അതിൻ്റെ ഫ്രെയിം, ക്യാബിനറ്റ്, ഫ്ലൈറ്റ് കേസ്, ഇങ്ങനെ ഓരോ കമ്പോണൻറ്റും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്ത് അസംബിൾ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണം. അത് പരാജയപ്പെട്ടാൽ ആ ഡൈൻ്റെ പൈസ അടക്കം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതിനകത്ത് റിസ്ക് എടുക്കണം. പക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ലീഡർഷിപ്പ് കിട്ടും. ഞങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി. ഞങ്ങൾ ആദ്യമായിട്ട് 60-40 തന്നെ ഒരു ക്യാബിനറ്റ് കൊണ്ടുവന്നു, 640-480. പക്ഷെ അത് ഫിക്സഡ് സ്ക്രീനിൽ നല്ല അടിപൊളിയായിട്ട് ഇതായി. പക്ഷേ റെൻ്റൽ മാർക്കറ്റിൽ വിചാരിച്ച അത്ര അത് വലിയൊരു ഉണ്ടാക്കിയില്ല. പക്ഷേ ഓക്കെ, ഞങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കി പുതിയ മാറ്റങ്ങൾ വരുത്തി ഗ്ലാഡസ് എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അത് മാർക്കറ്റിൽ ഭയങ്കര ഹിറ്റായി. ഇന്നും ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇന്നിപ്പോൾ 9-ാം തീയതി അല്ലേ, കഴിഞ്ഞ പാം എക്സ്പോ കഴിഞ്ഞു, ഒരാഴ്ച ആയിട്ടുള്ളൂ പാം എക്സ്പോ കഴിഞ്ഞിട്ട്. ഈ പാം എക്സ്പോയിൽ ഏറ്റവും ഇന്ത്യയിലുള്ള, ഈവൻ സൗത്ത് ഇന്ത്യ, ഏഷ്യയിൽ തന്നെയുള്ള ഒരുവിധം കമ്പനികളൊക്കെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഞങ്ങളതാണ്. വലിയ വോളിയം ബിസിനസ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഇന്നോവേറ്റീവായിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ സൊല്യൂഷൻസ്, എന്താണ് മാർക്കറ്റിൽ, എവിടെയാണ് വീക്ക്,
ആ വീക്ക്നെസ്സിനെ പരിഹരിച്ചുകൊണ്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ 600 എക്സാക്ട് 2x2 ക്യാബിനറ്റ് ഇന്ത്യയിൽ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരൊറ്റ കമ്പനിയുടെ അടുത്തില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ കമ്പനീൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഇതൊരു B2B ബിസിനസ്സാണ്, വലിയ ടേൺ ഓവർ അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 2x2 ക്യാബിനറ്റ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെടുത്തുമില്ല. ഓക്കെ, അപ്പോൾ ഈ LED കമ്പനിയാണോ ഹവായ് എന്നുള്ള പേര്? ഹവായ് LED സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവായ് എന്നുള്ള പേര് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഹവായിൻ്റെ പിന്നിൽ എന്താണ് അത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു പേരിൻ്റെ മീനിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരു പേരിന് ഞാൻ മനസ്സിലാക്കുന്നത് 2 കാര്യമാണ് അതിന് വേണ്ടത്. ഒന്നത് പെട്ടെന്ന് പറയാൻ പറ്റണം, 2 കേട്ടാൽ ഒരാളെ മനസ്സിൽ നിൽക്കണം. ഒരാൾക്ക് പെട്ടെന്ന് അത് എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ പറ്റണം. ഞങ്ങളത് ഹവായിന്ന് കുറേ അബാഫ്റ്റ്, ഹവായി അങ്ങനെ 3-4 പേരുകൾ പറഞ്ഞിരുന്നു. അതിനകത്തുനിന്ന് ഹവായി എൻ്റെ ബ്രദർ കമറുദ്ദീനാണ് ആ പേര് ഇട്ടത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നി, ഞാനും അത് കൺഫേം ചെയ്തു. അപ്പോൾ ഹവായി ബീച്ച് അത്ര തന്നെ ഉള്ളൂ. ഒരു സിമ്പിൾ പേരാണ്, ഒരു മോഡേൺ പേരാണ്. നമുക്ക് എന്ത് പ്രൊഡക്റ്റിനും ഉപയോഗിക്കുക, ലോകത്ത് എവിടെ പോയിട്ട് നമുക്ക് ആ പേരിടാം. നമുക്ക് പേര് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുത്തെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ഒന്നുമില്ല, നമുക്ക് എന്ത് പ്രോഡക്റ്റിനും ആ പേരിടാം, ലോകത്ത് എവിടെ ആ പേര് ഉപയോഗിക്കുക, ടെക്നോളജിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാൻ അങ്ങനെ തോന്നിക്കുന്ന ഒരു പേരൊക്കെയാണ്. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാർ, അന്നൊന്നും ഇല്ലാത്തവിടെ നിന്ന് അവഹേളനം അനുഭവിച്ചിട്ട് 4ാം ക്ലാസ്സിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് പിന്നെ വലിയൊരു ബിസിനസ് തന്നെ തൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയതിന് ശേഷം വലിയ രീതിയിൽ കൂപ്പുകുത്തിയിട്ട് പിന്നെ ഒരു ബിസിനസ് പടുത്തുയർത്തി ഇന്ന് ശരിക്കും ഹവായ് ഗ്രൂപ്പ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ നമ്പറിലും അതുപോലെ വാല്യുവേഷനിലൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അങ്ങനെ പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ 2 വെർട്ടിക്കലിലായിട്ട് 12ഓളം സെഗ്മെൻറ്റിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് LED റിലേറ്റ് ചെയ്തിട്ട്, LED റിലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, സർവീസ് വിങ് ഉണ്ട്, എക്സ്പീരിയൻസ് ഷോറൂമുകളുള്ള വിങ് ഉണ്ട്, പ്രൊജക്റ്റുകളുണ്ട്, റെൻ്റൽ സെഗ്മെൻറ്റിലുണ്ട്. ഇങ്ങനെ അങ്ങനെ 3-4-5 സെഗ്മെൻറ്റുകളിലായിട്ട് 5ഓളം കമ്പനികൾ LED റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡോർസിലാണെങ്കിൽ ഞങ്ങൾക്ക് 3 മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, 2 ബ്രാൻഡുകളുണ്ട്. അതുകൂടാതെ FRP മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, ഷോറൂമുകളുണ്ട്, 30 ഷോറൂമുകൾ പായി. ഇനിയും ഇൻഷാല്ല ഒരു പാൻ ഇന്ത്യ ഒരു പ്ലാൻ വെച്ചിട്ട് 300ഓളം ഷോറൂമുകൾ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പണിയെടുത്തുണ്ട്. ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു 1000ഓളം തൊഴിലാളികളുണ്ട്. കറക്റ്റ് നമ്പറൊന്നുമല്ല, എന്നാലും ഒരു 850 മുകളിലുണ്ടാവും, 1000-ലൊക്കെ താഴെയായിട്ട്. പിന്നെ അത്രയും തൊഴിലാളികളുണ്ട്. ഇത് പറയുന്ന സമയത്ത് ഇത് എൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ല കേട്ടോ, ഇതൊരു കളക്റ്റീവ് സക്സസ് ആണ്, ഒരു ടീം വർക്കാണ്. അതിനകത്ത് ലീഡർഷിപ്പിൽ ഞാനായിരുന്നു, അല്ലെ ഇതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടറായിട്ട് ഞാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് LED വിജയിച്ചതിൻ്റെ പിന്നിൽ എന്നേക്കാൾ വലിയ ശക്തിയായിട്ട് പ്രവർത്തിച്ചതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കമർ തന്നെയാണ്. ഇന്നത്തെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ മിസ്റ്റർ കമറുദ്ദീൻ തന്നെയാണ്, എൻ്റെ ബ്രദറാണ്. ഇനി ഡോറിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ആ ഒരു ലെവല് തന്നെയാണ്. പക്ഷേ ഒരു ബിസിനസ് കണ്ടെത്തിയത്, അതേപോലെ അതിൻ്റെ ഫൗണ്ടറായത്, അതിനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ ഈ സ്റ്റീൽ ഡോർസിൻ്റെ വിൻഡോസിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ സാർ, ഇപ്പോൾ രണ്ടാമതൊരു വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ആയിരുന്നു, അതായത് ഇങ്ങനെ ഒരു സെക്കൻഡ് ബിസിനസ് കൂടി നമുക്ക് വേണം എന്നുള്ളത്? അതെ, അത് ഞാൻ പിന്നെ ഈ LED ബിസിനസ് തുടങ്ങിയ സമയത്ത് LED എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം അത് എൻ്റെ ഇതൊരു ബന്ധപ്പെട്ടൊരു ബിസിനസ്സാണ്, നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ എനിക്ക് കാണാൻ പറ്റി. അതേസമയം അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിലാണല്ലോ, അല്ല അഡ്വർടൈസ്മെൻറ്റ് സെഗ്മെൻറ്റിലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ബാധിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്ന, ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ്, അങ്ങനെ ഒരു ബിസിനസ്സും കൂടെ വേണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്റ്റീൽ ഡോർ സെലക്ട് ചെയ്യുന്നത്. അന്ന് ഇവിടെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ 1-2 കമ്പനികളൊക്കെ ഉള്ളൂ, വലുതായിട്ട് ജനകീയമായിട്ടൊന്നും സ്റ്റീൽ ഡോർ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റീൽ ഡോറിലേക്ക് 2014 തന്നെ സ്റ്റീൽ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ഡോറും സെലക്ട് ചെയ്യാൻ കാരണം അതത്ര വ്യാപകമായിട്ട് എല്ലാവരും ചെയ്യുന്നില്ല, ആളുകളിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. പുതിയൊരു ബിസിനസ്സാണ്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ സ്റ്റീൽ ഡോറിനെ കൃത്യമായിട്ട് സ്റ്റീൽ ഡോറിന് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആംബിയൻസ് ഉള്ള ഷോറൂമുകൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. സ്റ്റീൽ ഡോറിലേക്ക് നല്ല ഡോറുകൾ, അതായത് കുറച്ചുകൂടെ ഒരു ഫ്രണ്ട് ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഡെപ്തുള്ള, സൈസുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ഡിസൈൻസ് ഉള്ള ഡോറുകൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്
ഓക്കെ, എനിക്കവിടെ ഒരു കുറേ ഡൗട്ട്. കാര്യങ്ങളുണ്ട്. ഓക്കെ, എനിക്കൊരു ഡൗട്ടില്ല സാർ. നമ്മളിപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേക്കിലൊക്കെ ആണല്ലോ ഈ ഡോർ, ഫ്രണ്ട് ഡോറൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊക്കെ എന്ത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഈ സ്റ്റീൽ ഡോർസിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഇത് ഓൾറെഡി ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഒരുപാട് ഡിസൈൻസ് സ്റ്റീൽ ഡോർ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഒരാളുടെ? കസ്റ്റമൈസ് ഡിസൈൻസ് നമുക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തും ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഒരു 4 മാസം 5 മാസമൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്താൽ അതും ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുമ്പോൾ അലുമിനിയം ഡോറുകളിലേക്ക്, സ്റ്റീൽ ഡോറിൽ നിന്ന് അലുമിനിയം ഡോറുകൾ, ഫ്രണ്ട് ഡോറൊക്കെ കുറച്ച് നല്ല ലക്ഷറി ഡോറുകളിലേക്കൊക്കെ പോവേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ നിങ്ങൾ ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റീലിൽ തന്നെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇതിൻ്റെ ഒരു പ്രൊക്യൂർമെൻ്റ് ഒക്കെ എവിടെ നിന്നാണ്? ഈ സ്റ്റീൽ ഡോർ ചൈനയിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു സ്റ്റീലാണെന്ന് പറയില്ല. കണ്ടാലും തൊട്ടാലും ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീൽ വുഡൻ ഫീൽ തന്നെയാണ്. അത് ഡിസൈൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾക്ക് ഒരു വുഡൻ ഡോർ എന്നുള്ളത് മാറിയിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഒരു സ്റ്റീലിൻ്റെ പെർഫോമൻസ് ഒക്കെ ഉള്ള ആ ഒരു ലുക്കുള്ള ഡോറുകളൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നേരത്തെ ട്രെൻഡ് വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഒരു സ്റ്റീലിൻ്റെ ഒരു രീതിയിൽ കാണുന്ന ഒരു കണ്ടംപററി സ്റ്റൈലിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വുഡ് ആൻഡ് ടെക്സ്ചർ അല്ലെങ്കിൽ വുഡ് ആൻഡ് സ്റ്റൈലിൽ അങ്ങനത്തതൊക്കെ എടുക്കാം. പക്ഷേ ഇതൊരു കൊറിയൻ ഷീറ്റാണിത്. ഈ കൊറിയൻ ഷീറ്റ് പ്രത്യേക ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത്, ആൻറ്റി കൊറോഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അതിൻ്റെ മുകളിൽ പിന്നെ പൗഡർ കോട്ട് ചെയ്ത്, അതിൻ്റെ മുകളിൽ വുഡ് ആൻഡ് ടെക്സ്ചറുകൾ ഗ്രൂയിങ് ആയിട്ട് ചെയ്യുന്നതുണ്ട്, ഡിസൈൻസ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസും, അതിൻ്റെ കമ്പോണൻസ്, ഇപ്പോൾ ഇഞ്ചസ്, ലോക്ക്, ഡോർ വ്യൂവർ, അതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി, ഇതൊക്കെ തന്നെ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് ബെറ്ററാണെന്ന് ഞാൻ പറയും. അതായത് കേരളത്തിൽ, ഞാനിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ചോദിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ ഡോർസ് ആൻഡ് വിൻഡോസ് സ്റ്റീൽ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ്? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് നമ്മളത് എപ്പോഴും വേറെ തന്നെയാണ്. ഒരു പടി മുമ്പിലാണ്, വേറെ തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ്, നമുക്കൊരു വോളിയം ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കറക്റ്റായിട്ട് ആ മെറ്റീരിയൽ, അങ്ങനെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്ഷൻ ലൈൻ എടുത്ത് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടുവരിക. അല്ലാതെ നമ്മൾ ഒരു പ്രൊഡക്ഷൻ, ഒരാൾ ഉണ്ടാക്കി വെച്ചൊരു സാധനം നമ്മൾ എടുക്കല്ല. നമ്മളുടെ ഒരു സ്പെക്ക് എന്താണോ ആ സ്പെക്കിൽ നമ്മൾ മുൻകൂട്ടി ഓർഡർ കൊടുത്ത് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് ഒരു പ്രൊഡക്ഷൻ ലൈൻ എടുത്ത് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞങ്ങൾക്ക് 3 മാനുഫാക്ചറിങ് കമ്പനികൾ ഉണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇതിലൊക്കെ തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് കച്ചവടം ചെയ്യുക എന്നുള്ളത് നമ്മളെ രീതിയേ അല്ല. മാക്സിമം ബെസ്റ്റ് പ്രൈസ്, കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ ഒരു വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ അപ്പോഴും ഈ ഒരു വുഡൻ ഡോർസ് മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇറക്കി വരുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു മാറ്റർ അല്ലായിരുന്നു അന്ന കാലത്ത് ആളുകളെ വിശ്വസിപ്പിക്കാൻ? വളരെ ശരിയാണ്. ആളുകളെ നമുക്ക് ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആളുകൾ ഈ വുഡനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഡെപ്ത് ഉള്ളതാണ്, ഭയങ്കര ആഴത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങി ഒന്നെങ്കിൽ കുറച്ച് വില കുറച്ച് കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ കൂടുതൽ കോമൺ ആയിട്ടുള്ള, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഡ്രസ്സ് മേഖല, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നിന്നൊക്കെ മാറിയിട്ട് നമ്മളൊരു ബിസിനസ്സിനെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണുക. ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ആ സാധ്യതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ അത് വിജയിക്കും, ഉറപ്പല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം ഓക്കെ ആയാൽ മതി. സാധ്യത അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഡോർ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ പ്രശ്നങ്ങൾ നിലവിൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡ്യൂറബിലിറ്റിയിലാണെങ്കിലും, അതിൻ്റെ പെർഫെക്ഷനിലാണെങ്കിലും, പ്രിസിഷനിലാണെങ്കിലും, ഏത് ഇനി റെഡി ടു ഫിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുത്താണെങ്കിലും, അതിൻ്റെ ലേബേഴ്സ് ആണെങ്കിലും, എല്ലാ തരത്തിലും മരത്തിൻ്റെ ഡോറുകൾ നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. മഴക്കാലത്ത് അടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ചെതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അത് ക്വാളിറ്റി ബേസ്, പ്രൈസ് ബേസ്, ഡ്യൂറബിലിറ്റി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തു നമ്മൾ ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ മനോരമ വീട് പോലെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ സ്പോൺസർഷിപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ബ്രാൻഡ് ചെയ്തു, എക്സിബിഷൻസുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ആളുകൾ ഇത് ഉപയോഗിച്ച ആളുകൾ പിന്നെ ഇത് വളരെ കൂടുതലായിട്ട് റെഫർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റീൽ ഡോർ ഉപയോഗിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അടുത്ത ആൾക്ക് അത് കൊടുത്തിരിക്കും.
നിങ്ങളിത് പറയും മരത്തിൻ്റെ ഇത് വെക്കരുത്, മണ്ടത്തരമാണ്, സ്റ്റീൽ ഡോറാണ് വെക്കേണ്ടതെന്ന് പറയും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്താ പറയുക, ഫ്രണ്ടിൽ മരത്തിൻ്റെ ഡോറ് വെച്ചത് എടുത്ത് കളഞ്ഞിട്ട് അവിടെ സ്റ്റീൽ ഡോർ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ആളുകൾ. സാർ നേരത്തെ സാർ പറഞ്ഞു നമ്മളെ പ്രിൻറ്റിങ് ബിസിനസ് എന്നാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പോകുന്നത്. അവിടെ ബിസിനസ്സിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ പൊട്ടി കാര്യങ്ങളൊക്കെ അവതളത്തിലായി പ്രശ്നമായി. ആ ഒരു എക്സാമ്പിൾ, ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സാറ് LED വെച്ചുകൊണ്ട് തന്നെ അടുത്തൊരു വേർട്ടിക്കലിലേക്ക് ഇറങ്ങുന്നത്, സ്റ്റീൽ ഡോർസിൻ്റെ. പക്ഷേ ഈ പ്രാവശ്യം സക്സസ് ആയി. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്ത റൈറ്റ് തിങ്? വളരെ കറക്റ്റ് ഒരു ചോദ്യം. അതിനകത്ത് നേരത്തെ ഞാൻ ചെയ്തത് രണ്ടാമത് ചെയ്യുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് അല്ലായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറ കറക്റ്റ് അല്ല. അത് നമ്മൾ പൈസ വാങ്ങുന്നതും ഉപയോഗിച്ചതും രീതികളൊന്നും ഒരു ബിസിനസ്സിന് വിജയകരമായ ഒരു രീതിയിലല്ല. രണ്ടാമത് ഞാൻ ചെയ്ത സമയത്ത് 100% അത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. നമ്മൾ ഇമ്മീഡിയറ്റ് വളരുക എന്നുള്ളൊരു ടാർഗറ്റ് വെക്കരുത്. അങ്ങനെ ഒരു പക്ഷേ വളരാൻ സാധിക്കില്ല. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ നിരന്തരമായിട്ട് പറ്റുന്നത്. പല ബിസിനസ്സുകാർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ ആദ്യത്തെ ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് എടുത്ത് ഏകദേശം എന്ത് എമൗണ്ട് എടുത്തിട്ടു, എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ അതെന്താ അറിയും, നമുക്കൊരു മേഖലയിൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നമ്മൾക്ക് വീണ്ടും വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പണിയെടുത്താൽ മതി. ഒരു ഫൗണ്ടേഷൻ, ഒരു ഡെവലപ്മെൻറ്റും ഓൾറെഡി ആയി. അതിൻ്റെ മുകളിലേക്ക് പണിയെടുത്ത് അതിൻ്റെ ടേൺ ഓവർ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറയും, പ്രോഫിറ്റ് കൂടും. അത് വളരെ ഈസിയാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ വേറൊരു വെർട്ടിക്കലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതേ പണി അവിടെ എടുക്കണം. ഒരു ഫൗണ്ടേഷൻ ഇട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് റിട്ടേൺ വരാൻ വളരെ ലേറ്റ് ആവും, ഇവിടെ നിന്നും റിട്ടേൺ കിട്ടാതിരിക്കും. അപ്പോൾ രണ്ടും നമ്മൾ ലിയാബിലിറ്റി ഉള്ള ഫണ്ടുകളൊക്കെയാണ്, ലോൺ പോലത്തെ അല്ലെങ്കിൽ മറ്റ് ആളുകളോടൊക്കെ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഫണ്ടുകളാണെങ്കിൽ ഇതിനൊക്കെ വലിയ ബാധ്യതകൾ, അത് നഷ്ടത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനുപയോഗിക്കുന്ന പണം അത് റൈറ്റ് സോഴ്സ് ആയിരിക്കണം. ഒരിക്കലും റോങ് ആയ സോഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു ബിസിനസ്സിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ പോലും അല്ലെങ്കിൽ സക്സസ് ആവാൻ സാധ്യത ഉള്ളതാണെങ്കിൽ പോലും അത് പരാജയപ്പെട്ടു പോകും. കാരണം ഈ ഫിനാൻസിൻ്റെ സോഴ്സ് ക്ലിയർ അല്ല. ഇപ്പം നമ്മൾ ഒരു ചെടി ഉണ്ടായി വരികയാണെങ്കിൽ അതിന് വരുന്ന ആദ്യത്തെ ഒരു സാധനം ഉണ്ടല്ലേ, അത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു കാലത്തും ആ ചെടി വളരുമോ? ഇതേപോലെയാണ്. ഇപ്പോൾ ബിസിനസ്സിനകത്തുനിന്ന് രണ്ട് രീതിയിലാണ് ആളുകൾ പൈസ എടുക്കുക. ഒന്ന്, ബിസിനസ്സിൻ്റെ ബാധ്യതകൾക്ക് വേണ്ടി പണം എടുക്കും, പെട്ടെന്ന് എടുക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ബിസിനസ്സിന് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരമല്ല. എന്തെങ്കിലും ഒരു 10 രൂപ വരുന്നേക്ക് നമുക്ക് അത് എടുത്തുകൊണ്ട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൈവറ്റ് ലിയാബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ ആ ബിസിനസ്സിന് വളരാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല. രണ്ടാമത്, നമ്മൾ ഉണ്ടാക്കിയിടുന്ന ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. നമ്മളൊരു കാർ എടുക്കാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ടില്ല, നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ പോയിട്ട് കാർ എടുത്തു. അതല്ലെങ്കിൽ നമ്മളൊരു വളരെ മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈലിലേക്ക് വളരെ പെട്ടെന്ന് പോയി, നമ്മൾ വലിയ വീടുകൾ, അങ്ങനെ പല നിലക്കുമുള്ള സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വളരില്ല. അപ്പോൾ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ ആ പണം, അവിടെ വരുന്ന പ്രോഫിറ്റ് അവിടെ റീഇൻവെസ്റ്റ് ചെയ്ത് അതിന് വളരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെ അതിനകത്തൊരു ഓവർഫ്ലോ വരും. ഓക്കെ, എനിക്കിവിടെ ഇനി പണം ആവശ്യമില്ല എന്ന് ആര് പറയും? ബിസിനസ് പറയും. എന്നിട്ടേ നമ്മൾ അതിനകത്ത് നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ പെട്ടെന്ന് നമുക്ക് കാർ എടുക്കണം, പെട്ടെന്ന് ഒരു ലക്ഷറി കാർ എടുക്കണം, പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ പോഷ് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്നത് 100% ഉറപ്പാണ്. പിന്നെ ഒരു വെർട്ടിക്കലിൽ നിൽക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സെക്കൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതെങ്ങനെ സക്സസ്ഫുൾ? അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ഒരിക്കലും അതിനെ കണക്ട് ചെയ്തില്ല. ഇത് സെപ്പറേറ്റ് അതിന് എൻ്റെ അടുത്തൊരു ടീം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയൻ അടങ്ങിയ ഒരു വലിയ ടീം LED ബിസിനസ്സിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ എനിക്ക് 100% കോൺഫിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഒരു സപ്പോർട്ട് മാത്രം മതി അതിൽ. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ കൂടുതൽ എൻഗേജ് ചെയ്യാനും കറക്റ്റായിട്ട് മറ്റൊരു സോഴ്സിൽ നിന്ന് പ്രത്യേകിച്ച് ബാധ്യതയൊന്നും ഇല്ലാത്തൊരു ഫണ്ട് കണ്ടെത്തി തന്നെയാണ് ഞാൻ ഡോർ ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ സമയവും എൻ്റെ കഴിവും എനിക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താനും സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതയില്ലാത്ത ഫണ്ട് വെച്ച് എനിക്കത് ചെയ്യാനും പറ്റിയെന്നുള്ളതാണ്. അതെനിക്കൊരു വലിയൊരു പാർട്ണർ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ പാർട്ണർ ത്രൂവാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് ബിസിനസ് വളർന്ന് വലുതായി ഞാൻ വേറെ പുള്ളിയുടെ കാശൊക്കെ ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് പുള്ളി വേറെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഈ ബിസിനസ്സുമായിട്ട് ഈ കമ്പനിയുമായിട്ട് ഞാനും പോയി എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓക്കെ, ഒരാൾ നമ്മുടെ കഴിവും നമ്മുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. ഒരാൾ പറയാണ് ഓക്കെ, ഒരു ബാധ്യതയില്ല, ബിസിനസ് എന്താണോ അതിനനുസരിച്ച് പ്രോഫിറ്റ് തന്നാൽ മതി, വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്,
ഇല്ലെങ്കിൽ നഷ്ടം പറ്റിയാൽ നഷ്ടം സഹിക്കാൻ റെഡിയാണ്. അങ്ങനെ ഒരു ടേംസിൽ ഒരു അസോസിയേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് ചെയ്യാം. നമുക്ക് നമ്മളവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പം ഇത്രയും സ്റ്റീൽ ഡോസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ ഒരു വലിയൊരു ക്രൈസിസ് വന്നു, പിന്നെ ഒരു ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്രൈസിസ് എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. ആ ക്രൈസിസ് നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് ഇതിനെ ചെയ്തതെന്നല്ലേ അവിടെ ഞാൻ സ്വീകരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഒരു ബ്രദറും ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ ഫേസ് ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേയൊക്കെ വീട്, എന്നാലും വലിയ സംഖ്യ, വലിയൊരു എമൗണ്ട് പിന്നെയും കോടികൾ എന്ന് പറഞ്ഞാൽ പിന്നെയും പെൻഡിങ് ആണ്. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചു. ഓക്കെ, നമുക്കത് കൈകാര്യം ചെയ്യാം, ഒരു സമയം നിങ്ങൾ തന്നാൽ മതി, നമ്മളത് കൈകാര്യം ചെയ്തിരിക്കും, ഫണ്ടൊക്കെ തന്നിരിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് എല്ലാവർക്കും കൊടുത്തു. അതുകൂടാതെ ഞാൻ വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ചേഞ്ച് ചെയ്തില്ല. അത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നി അതെൻ്റെ ഒരു പരാജയമായിരിക്കും. എനിക്കൊരു ആൾട്ടർനേറ്റീവ് നമ്പറും ഇല്ല. ഞാൻ എവിടെയും പോയില്ല. ഞാൻ എൻ്റെ നാട്ടിലും ബിസിനസ് ആവശ്യാർത്ഥം എറണാകുളത്തേക്കും പോയി എന്നുള്ളതല്ലാതെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഫോൺ നമ്പർ, സേവ് നമ്പർ, എൻ്റെ ആ നമ്പറാണ്. എൻ്റെ 22ാമത്തെ വയസ്സിൽ BPL ഉള്ള സമയത്ത് ഞാൻ എടുത്ത നമ്പറാണ്. സെയിം ഒരൊറ്റ നമ്പർ തന്നെ എനിക്കിപ്പോഴും ഉള്ളൂ. എൻ്റെ 45ാമത്തെ വയസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന അതേ നമ്പറാണ്. അപ്പം നമ്മൾ ആളുകളെ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതിനെ പിടിച്ചു നിർത്തി. പിന്നെ പണം, എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ ഇങ്ങനെ എന്താണോ മിച്ചം വരുന്നത് അത് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അത് ചിലപ്പോൾ 5,000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അതിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇത് വെച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പൈസ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പണം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പ്രൈവറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഞാൻ ഒരു പൈസയും മാറ്റി വെച്ചില്ല. ദാറ്റ് മീൻസ് ഞാനൊരു സ്ഥലം എടുത്തില്ല, ഒരു വീടുണ്ടാക്കിയില്ല, അങ്ങനെയുള്ള ഒരു സംഗതികളും ഞാൻ ചെയ്തില്ല. അല്ലെ എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വർണ്ണം വാങ്ങി കൊടുക്കാനോ, അല്ലെങ്കിൽ കുട്ടികളെ ഭാവി എന്താ ഒന്നും. എൻ്റെ കുട്ടികളൊക്കെ ഞാൻ സർക്കാർ സ്കൂളിലൊക്കെ മാറ്റി, ഒരു പൈസയും കൊടുക്കാതെ പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിലേക്ക് മാറ്റി. ഞാൻ ഇപ്പോഴും വീടുണ്ടാക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ അൽഹംദുലില്ലാഹ് എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നു. ഇതെല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തു, ഒക്കെ അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി എനിക്കൊരു ബാധ്യതയില്ല, എല്ലാം ക്ലിയർ ആയി. അതിനുശേഷം ഞാൻ ഒന്നിടപെട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വിജയ് മല്യൻ്റെ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ടായി. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് വെച്ചാൽ ബിസിനസ്സുകാർ, വേറെ ആരാണെങ്കിലും ബിസിനസ്സുകാർ എപ്പോഴെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെടുന്ന സമയത്ത് അവർ ഈ നാട്ടിൽ ഫ്രോഡായിട്ടായിരിക്കും അറിയപ്പെടുക. അത് വിജയ് മല്യ ആണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ ബൈജൂസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് അവർ ശരിക്കും എല്ലാവർക്കും ഒരു ഹീറോയാണ്. പക്ഷെ അവരെപ്പോഴാണോ ഫെയിലിയർ ആവുന്നത് അന്ന സമയത്ത് അവരൊരു ഫ്രോഡായിട്ട് ഒക്കെയാണ്. അപ്പം ഒരു പക്ഷേ അന്നത്തെ സമയത്ത് വലിയ രീതിയിൽ തളർന്നു എന്ന് പറഞ്ഞു, ആ ബിസിനസ്സും തകർന്നു പോയി എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ സൊസൈറ്റി എങ്ങനെയായിരുന്നു നോക്കി കണ്ടുകൊണ്ടിരുന്നത്? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ? അത് എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞു നടന്ന ആളുകൾ ഈവൻ നോട്ടീസ് വരെ ഇറക്കിയിട്ട് പത്രത്തിലിട്ടിട്ടുണ്ട്. എന്നെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ നോട്ടീസിൽ എഴുതിയിട്ട് അത് പത്രത്തിൻ്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോപ്പി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ മോശമായി ബിഹേവ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അതേസമയം വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ബിസിനസ് ആണെന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്നും വ്യക്തിപരമായി അവരൊക്കെ നല്ല ആളുകളാണെന്നും അങ്ങനെയൊക്കെ ഉൾക്കൊണ്ട് നമ്മളൊപ്പം നിന്ന് സപ്പോർട്ട് തന്ന ഒരുപാട് നാട്ടുകാരായിട്ടും ഇൻവെസ്റ്റേഴ്സായിട്ടും ഒക്കെ ഉള്ള ആളുകളുണ്ട്. 2 തരത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നെക്കുറിച്ച് ആരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് മാറ്ററേ അല്ല. ഞാനത് ആലോചിക്കാറുമില്ല, നേരത്തെയും ഇല്ല, ഇപ്പോഴുമില്ല. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കിയിട്ട് ഞാനത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒരു പ്രാർത്ഥനയും പിന്തുണയും നമ്മളുടെ പരിശ്രമവും ദൈവസഹായം കൊണ്ടൊക്കെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു, ഓവർകം ചെയ്തു എന്ന് പറയാം. ഓക്കെ സാർ, നേരത്തെ ഈ ഡിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ സാറിനെ പോലെ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായ സാറിൻ്റെ ഫാമിലിക്കായിരിക്കും, ഭാര്യയ്ക്കും മക്കൾക്കായിരിക്കും. അവരതിനെ എങ്ങനെ എടുത്തു? അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർ വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ ഒന്നുമില്ല. അവർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മനപ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാം, ഏത് സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോവാം. എൻ്റെ സ്കൂളിൽ കുട്ടികളെ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വൈഫ് പോയിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചു. CBSE സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ പോയിട്ട് അവരെ കണ്ട് സംസാരിച്ചു. ഞങ്ങളിപ്പോൾ സാമ്പത്തിക പ്രയാസത്തിലാണ്, ഫീസ് അടക്കാൻ കാശില്ല, നിങ്ങൾ ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞു. ചില ആൾക്കാരൊക്കെ അവളോട് ചീത്ത പറഞ്ഞു, ചില ആൾക്കാരെ പരിഗണിച്ചു. കാശില്ലാത്തതുകൊണ്ടാണ് തരാത്തത്, അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെ ഒരു വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വേറെ സ്കൂളിലേക്ക് മാറ്റി, സർക്കാർ സ്കൂളിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. നമ്മളിങ്ങനെ നിൽക്കൂ, കാറിലേ പോവും, അല്ലെ ഇങ്ങനെ നിൽക്കൂ, അല്ലെ അവരോട് എങ്ങനെ നമ്മൾ ഇത് പറയും, നമ്മളുണ്ടെങ്കിൽ ഉള്ളതുപോലെ ജീവിക്കുക.
ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കണം. നിങ്ങൾ എത്ര വലിയ കാറിൽ പോയാലും ചെറിയ കാറിൽ പോയും നിങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണ്. നിങ്ങൾ 1,00,000 രൂപയുടെ വാച്ച് കിട്ടിയാലും 1000 രൂപയുടെ വാച്ച് കിട്ടിയാലും കാണിക്കുന്ന സമയം ഒന്നാണ്. ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. മറ്റതൊക്കെ അതിൻ്റെ മുകളിലുള്ള വെറും ഒരു ഡെക്കറേഷൻ മാത്രമാണ്. നമ്മൾ എന്ത് മാനസികാവസ്ഥയിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാശുണ്ട്, സന്തോഷം ഇല്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നൊരു വലിയൊരു പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രശ്നങ്ങളുണ്ട്, പണം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസം ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്നോ അല്ലെ എനിക്കിങ്ങനെ പ്രശ്നം, അതെനിക്ക് ഒരിക്കലും എനിക്ക് നമുക്കങ്ങനെ ഒരു വമ്പിച്ചൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പകരം മറ്റുള്ളവർ നമ്മൾ കൊടുക്കാനുള്ള ആളുകളുണ്ടല്ലോ, അവർ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാൻ ആ ഒരു പ്രയാസം എനിക്ക് നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കയ്യിൽ വരുന്ന പൈസകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീടുണ്ടാക്കിയില്ല. ഇപ്പോഴും എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം കൊണ്ടൊക്കെ വീട് കൂടാനാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ നമ്മൾ ബാക്ക് ടു ബിസിനസ് വരെ. ഇപ്പോൾ നിങ്ങൾ ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് ഒരു ഫോക്കോ മോഡലാണ് പോകുന്നത്, ഒരു ഫ്രാഞ്ചൈസ് മോഡലല്ല. എന്താണ് ഈ ഫോക്കോ മോഡൽ? അതും ഫ്രാഞ്ചൈസ് മോഡൽ തമ്മിലുള്ള വ്യത്യാസം? ഇതും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ എൻ്റെ എല്ലാം രൂപപ്പെടുത്തിയത്. ഞാൻ കാര്യമായിട്ടൊന്നും എവിടെ നിന്നും കോപ്പി ചെയ്തിട്ടില്ല. എൻ്റെ പേരാണെങ്കിലും ബ്രാൻഡാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന രീതികളാണെങ്കിലും ഇതൊന്നുമില്ല. പിന്നെ ബിസിനസ്സിൽ ഒരു എക്സ്പെരിമെൻറ്റുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആരും ചെയ്യാത്തത് ചെയ്തു നോക്കുക, നമ്മൾ ചിന്തിക്കുക. നമ്മളെന്തിനാ ഒരാളെ കോപ്പി ചെയ്യുന്നത്? നമ്മൾ അതിലും ക്രിയേറ്റീവായ ഒരാളാണെങ്കിലോ പോയില്ലേ, നമ്മളെ ക്രിയേറ്റിവിറ്റി പോയി നമ്മൾ. അപ്പം അത് മണ്ടത്തരല്ലേ? അതുകൊണ്ട് ഞാൻ ആലോചിച്ചത്, ഞാൻ ചിന്തിക്കട്ടെ ഒരു ഐഡിയ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു, നല്ല ഡോറാണ് പക്ഷേ വിൽക്കാൻ പറ്റുന്ന ഷോറൂമുകളില്ല. ഓരോ ആളുകളും ഡോർ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ 1,00,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഡോർ ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? അത് അവിടെ ആ ഷോറൂമിൽ വരുമ്പോൾ കിട്ടുന്നില്ല. ഇത് എനിക്കൊരു പ്രശ്നമായി തോന്നി. പക്ഷേ ഞാനൊരു ബ്രാൻഡ് ഓണറും ഒരു മാനുഫാക്ചറുമാണ് അല്ലേ? എനിക്കെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എല്ലാ സ്ഥലത്തും പോയി ഷോറൂം ഇടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഷോറൂമുള്ള ആളുകളോട് നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ നല്ല ഷോറൂമുകൾ ഇടുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സൈലന്റ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുക, ഷോറൂം വരിക. അതെങ്ങനെ നടത്തും? ഇതായി എൻ്റെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് ഞാൻ എത്തിപ്പെട്ടതാണ് നിങ്ങൾ ഈ എന്താ പറഞ്ഞത്, ഫോക്കോ മോഡൽ. അപ്പം എന്താണ്, സ്ഥാപനം നടത്താനുള്ള ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കും, ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ സൈലൻ്റ് ആയത് അവിടെ നിന്നാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു കുഞ്ഞു ഷോപ്പ് മഞ്ചേരി തുടങ്ങി. പക്ഷെ അത് തുടങ്ങി പിറ്റേന്ന് കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അത് ഇടക്ക് പൂട്ടും ഇടക്ക് തുറക്കും. അങ്ങനെ അവിടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് ഒന്ന് ഷോപ്പ് ഒരു 6 മാസം തുറന്ന് പ്രവർത്തിച്ചാലല്ലേ അത് വിജയിക്കുമല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് വലിയൊരു ക്രൈസിസ് ആയി. പക്ഷെ ഞാൻ പിന്നോട്ട് പോയില്ല. ഞാൻ അവിടെ വന്നൊരു വാക്കിംഗ് കസ്റ്റമേഴ്സിനെയും അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ചും ഒക്കെ വെച്ചിട്ട് ഞാനൊരു നിഗമനത്തിലെത്തി, ഇത് വിജയിക്കാനാണ് സാധ്യത എന്നുള്ളത്. അങ്ങനെ കോഴിക്കോട് ആസ്റ്റർ മിംസിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഷോറൂം തുടങ്ങി. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഈ ക്യാബിനറ്റ് വാങ്ങിയ ഷബീർ യൂണിറ്റ് ഇല്ലേ, പുള്ളിയുടെ കെയർ ഓഫിൽ ഒരു പാർട്ണർ വന്നുകൊണ്ട് പുള്ളിക്ക് നമ്മൾ അത്രയും അതല്ല നമ്മുടെ അടുത്ത് ക്യാബിനറ്റ് വാങ്ങിയ ഒരാൾ ഷബീർ എന്ന് പറയും, യൂണിറ്റി ഷബീർ. അങ്ങനെ അവിടെ അത് ആരംഭിച്ചു. പക്ഷെ അത് ആരംഭിച്ചപ്പോഴും കൊറോണൻ്റെ ഒരു പീക്കിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നെ സമയമല്ല, എനിക്കൊരു കാര്യം ഞാൻ വിചാരിച്ചാൽ എനിക്ക് വേഗം ചെയ്യണം, വേഗം അതിൻ്റെ 1 by 1 ഓരോ കാര്യവും വേഗം ചെയ്യണം. ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, നിങ്ങളെ കൂടെ നടക്കാൻ കഴിയില്ല, എന്നാലും നിങ്ങളപ്പം നടക്കാൻ. ഞാൻ നടന്ന് ബേക്കോട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ബേക്കിലായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിൽക്കണം. എനിക്ക് മെല്ലെ ഒരു കാര്യം എനിക്ക് മെല്ലെ ചെയ്യാൻ അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്പീഡ് അധികമാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെയും ഈ പ്രശ്നം തന്നെ, ഭയങ്കര കൊറോണ എഫക്റ്റ്. പക്ഷേ അത് മെല്ലെ ഡെവലപ്പായി വന്നു. അത് സക്സസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരു ടീമിനെ ബിൽഡ് ചെയ്യാണ് വേണ്ടത്, ഒരു ടീം വേണം. അങ്ങനെ നമ്മളെ കൂടെ പിന്നെ മുനീർ അതിൻ്റെ ഹെഡായിട്ട് വന്നു. മുനീറിൻ്റെ കൂടെ തന്നെ മുനീറിൻ്റെ എന്താ പറയുക ഒപ്പം തന്നെ ഷാഹിദ് വന്നു. അങ്ങനെ ഒരു കുഞ്ഞു സ്ഥലത്ത് 4 പേര് ആണ് ഞങ്ങൾ ആ സമയത്ത് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ 4-5 പേര് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ആരംഭിച്ച ഹവായി ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇന്ന് 400-ലധികം സ്റ്റാഫുകളുണ്ട്, 3 മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, 30-ലധികം ഷോറൂമുകളുണ്ട്. എല്ലാ ഷോറൂമും വളരെ സക്സസ് ആയിട്ട് അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു സ്ട്രോങ് സിസ്റ്റം ബിൽഡ് ചെയ്തു.
അപ്പോൾ എൻ്റെ ഡ്രീം എന്താണ്, എൻ്റെ പ്രോഡക്റ്റ് കസ്റ്റമർ നല്ല ആംബിയൻസ് ഉള്ള ഷോറൂമിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യണം. അവർക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു സോഴ്സ് നിന്നായിരിക്കണം അവർ പർച്ചേസ് ചെയ്യുന്നത്. ഒരു കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യണം, വിത്തിൻ 24 hours അല്ലെങ്കിൽ 48 hours അവർക്കത് സർവീസ് കിട്ടണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. അതിനകത്തൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതിലുപരി. അപ്പോൾ പ്രോഫിറ്റ് വന്നോളൂ, പ്രോഫിറ്റ് വന്നോളൂ, ചെയ്താൽ പിന്നെ പ്രോഫിറ്റ് വരാതിരിക്കില്ലല്ലോ. പ്രോഫിറ്റിന് വേണ്ടി മാത്രം പണിയെടുക്കരുത്. പ്രോഫിറ്റ് തന്നെയാണ് നമ്മളെ മോട്ടീവ്, ഗോളൊക്കെ തന്നെയാണ്. പക്ഷെ അതിലുപരി കസ്റ്റമറുടെ കറക്റ്റായിട്ട് അവരുടെ നീഡ് അവിടെ അറ്റൻഡ് ചെയ്യപ്പെടണം. അപ്പോഴേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വളരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ലാഭവും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അത്രയും സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തു, സംവിധാനങ്ങൾ ഉണ്ടാക്കി, സർവീസിലൊക്കെ ഒരുപാട് ആളുകളെ വെച്ചു. ഓരോ ഷോറൂമിലും ഒരു സർവീസ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ആളുകളെ വെച്ചു. അങ്ങനെ അത് ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് മുനീറിൻ്റെയും ഷാഹിദിൻ്റെയും അണ്ടറിൽ എൻ്റെ മെൻറ്ററിംഗ് എന്ന് പറയാം, എൻ്റെ ഒരു വിഷന് അതവിടെ പൂർത്തീകരിച്ചത് അവർ രണ്ടുപേരുമാണ്. ആ രീതിയിൽ നേരത്തെ ഞാൻ കമറിനെ കൊണ്ട് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ അങ്ങനെ അത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സാറിന് ശരിക്കും ഇങ്ങനെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ ശരിക്കും ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഈ ഒരു ഫോക്കോ മോഡൽ നമ്മൾ പെട്ടെന്ന് ഒരു പുതിയ രീതിയിൽ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഇൻകത്തിലും ആ ഒരു സ്ഥിരത ഉണ്ടോ? അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ? ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് വിജയിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ നടത്തിപ്പാണ്, അല്ലേ? അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 100% യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. അവർക്ക് അവിടെ അധികാരവുമില്ല, അതേപോലെ തന്നെ ഉത്തരവാദിത്വവുമില്ല. മുഴുവൻ അധികാരം കമ്പനിക്കാണ്, മുഴുവൻ ഉത്തരവാദിത്വവും കമ്പനിക്കാണ്. നമ്മുടെ ടേംസ് 50-50 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 100% ഓരോ സ്ഥലങ്ങളിലും ആരാണോ അവിടുത്തെ ഫ്രാഞ്ചൈസി എടുക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്രോക്സിമേറ്റ് ഒരു 40 ലക്ഷം റുപ്യ മുതൽ 1 കോടിക്ക് മുകളിൽ വരെയുള്ള ഷോറൂമുകൾ നിലവിൽ അവൈ ഡോർസ് ആൻഡ് വിൻഡോസിനുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പണിയുമില്ല. അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് ഗ്രൂപ്പിൽ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും, കാര്യങ്ങൾ നോക്കാം, അതിൻ്റെ കണക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവർക്ക് ചോദിക്കുകയും ചെയ്യാം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് ഒരു കൺസേൺ ഒന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഓൺ ഡെയിലി ബേസിലുള്ള ഒരു പെർഫോമൻസ് എന്തായാലും ഡെയിലി ബേസിക് പെർഫോമൻസ് അവർക്ക് അറിയാം. മന്ത്ലി അവർ കൃത്യമായിട്ട് P&L കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് ഉള്ളതിനനുസരിച്ച് പ്രോഫിറ്റും അവർക്ക് നമ്മൾ വിഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോഫാർ ഈ ഫോക്കോ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സക്സസ് സ്റ്റോറീസ് ആയിട്ട് അങ്ങനെ പറയാനുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ എൻ്റെ അടുത്ത് പറയാം, എനിക്ക് പെരിന്തൽമണ്ണ ഫ്രാഞ്ചൈസി എടുത്ത ഒരാൾ, പുള്ളിക്കാരൻ 4 എണ്ണം വീണ്ടും എടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ കൊണ്ടുവന്നു. ഇപ്പോൾ കൊല്ലം ഭരണിക്കാവ് എടുത്ത ആൾ, ഇവരൊക്കെ NRIs ആണ്. അപ്പോൾ എടുത്ത ആളുകൾ വീണ്ടും ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. സോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും പല ആളുകളും എന്താ പറയുക, നമുക്ക് കൊടുക്കാനില്ല. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ അടുത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിനൊരു ഓവർ സ്പീഡായിട്ട് ഇത് പോകാൻ പറ്റില്ല. ഇതൊരു സ്ഥാപനം ചെയ്ത് അത് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമുക്ക് മെല്ലെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വളർച്ച അങ്ങനെ പോകുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് ആളുകൾ വരാത്ത പ്രശ്നമോ, വന്ന ആളുകൾക്ക് മാന്യമായ റിട്ടേൺ കിട്ടാത്ത പ്രശ്നമോ, അവർ ഏതെങ്കിലും അർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പ്രശ്നമോ ഒന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഫുൾ ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മളൊരു 6 മാസം മുമ്പ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും നമ്മൾ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സ്, ആ ഷോപ്പിൻ്റെ ഓണേഴ്സ്, അവരെ നമ്മൾ മീറ്റിംഗ് വിളിച്ചു. അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെ നമുക്ക് ഇതിനാവശ്യമായ എല്ലാ തലത്തിലും സപ്പോർട്ടീവായിട്ട് നമ്മളൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ സാർ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലെ ഈ ലൊക്കേഷൻ കണ്ടെത്തുക, സ്റ്റാഫിങ്, അതുപോലെ സ്റ്റോക്ക്, ഒരു ഷോറൂമിന് ആവശ്യമായ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും അതിനകത്ത് ബിൽഡ് ചെയ്യുന്നു. അതായത് അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ സ്റ്റോക്ക് ആവശ്യമില്ല, സ്റ്റോക്ക് കമ്പനി ചെയ്തു. അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഷോറൂമിന് ആവശ്യമായ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഡോർസ് മാത്രം, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസ്പ്ലേ ഷോപ്പുകൾ, പിന്നെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, റൂം അഡ്വാൻസ്, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഈ ലൊക്കേഷൻ കണ്ടെത്തുന്നതൊക്കെ അതെല്ലാം കമ്പനിയാണ് തീരുമാനിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. ഒരു ലൊക്കേഷൻ ഫൈനൽ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ്സ്, സെയിൽസ് ഉണ്ടാക്കുന്നത്, അത് മോണിറ്റർ ചെയ്യുന്നത്, അത് അവിടെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ചെയ്യുന്ന കമ്പനിയാണ്. ഓക്കെ, സോ ഇപ്പോൾ കമ്പനീൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രത്തോളം ഫ്രാഞ്ചൈസീസ് റൺ ചെയ്യുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഞങ്ങൾക്കൊരു കോർപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്.
അതിന് കൃത്യമായിട്ടൊരു ഒരു ഹൈറാർക്കിയും ഒരു സംവിധാനങ്ങളും ഉണ്ട്. അതുവഴി തന്നെ പക്ക ഒരു പ്രൊഫഷണൽ കമ്പനി എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രയാസങ്ങളോ അങ്ങനെയൊന്നുമില്ല. എംപ്ലോയീസിനോ കസ്റ്റമേഴ്സിനോ ഇൻവെസ്റ്റേഴ്സിനോ ആർക്കും യാതൊരു കുഴപ്പമില്ല. ഓക്കെ. സോ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് കമ്പനി അന്ന് സാർ ഒരു ഐഡിയ ഒക്കെ ആയിട്ട് പോയ സമയത്ത് അവർ ആ ഐഡിയ എടുത്ത് സാറിനെ തട്ടി അവിടെ ഒരു MBA കാരനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇന്ന് ഒരു ബിസിനസ് സക്സസ് ആക്കി, രണ്ടാമത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അതും സക്സസ് ആക്കി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു MBA എടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതൊന്ന് പ്രൊഫഷണലായിട്ട് പഠിച്ചാൽ കൊള്ളാം എന്നുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് ഞാൻ ചിലപ്പോൾ MBA കാരനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ മേ ബി ജോലി ചെയ്തേക്കാം. ഞാനൊരു ബിസിനസ്സുകാരൻ ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. സാർ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് സാറിൻ്റെ ബ്രദറിനെ കൊണ്ടുവന്നിട്ട് പുള്ളിയായിരുന്നു HR ഫൈനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. സാറ് സെയിൽസിലേക്കും മാർക്കറ്റിങ്ങിലേക്കായിരുന്നു കൂടുതലിരുന്നത്. ഇപ്പോൾ ഫൈനാൻസ് നോക്കുന്നുണ്ടോ? ഞാനോ? ഇല്ല, ഇപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ. ഞങ്ങൾ 13 കുട്ടികളാണ്. അതിൽ ഇപ്പം ഞങ്ങൾ 8 പേരും ഒരുമിച്ച് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഒരു ബ്രദർ ദുബായിലാണ്, പുള്ളി സ്വന്തമായിട്ട് സെയിം ബിസിനസ് തന്നെ വേറെ ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു ബ്രദറും അതേപോലെ തന്നെ സ്റ്റീൽ ഡോർ സെഗ്മെൻറ്റിൽ തന്നെ വേറെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരെ നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരു ഫാമിലി ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഫാമിലി ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ നേരത്തെ സാർ ഒരു കാര്യം വിറ്റുപോയി. സാർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ രീതിയിൽ വിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ശരിക്കും ഒരു വിക്ക് പോയ കഥ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. എൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാവുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കത് സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോടും ഉമ്മനോടും ഒക്കെ അതിങ്ങനെ പറയും. അപ്പോൾ അവർ പറയും, എടാ നിനക്കത് കഴിയും തോന്നണില്ല, അത് സാധിക്കാത്തൊരു സംഗതിയാണ്. അപ്പം ഞാൻ എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും, സംസാരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കും. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ സംഘടനകളിലൊക്കെ നമ്മളിങ്ങനെ പ്രവർത്തിക്കല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ പേര് കൊടുക്കും, ഞാനും ഉണ്ട് സംസാരിക്കാനുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, ഇവൻ എന്ത് സംസാരിക്കാനാണെന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പരിപാടി, പബ്ലിക്കായിട്ട് ഒരു പരിപാടിയിൽ വന്ന ക്യാമ്പയിനൊക്കെ വന്ന സമയത്ത് ഞാനും മുന്നിട്ടിറങ്ങി സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മൈക്ക് ഉണ്ടല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു, ആ മൈക്കൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വൈഫിനെയും ഉമ്മനെയൊക്കെ എൻ്റെ മുന്നിൽ നിർത്തി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എത്ര സംസാരിച്ചിട്ടും ശരിയാകുന്നില്ല. ഇത് ബഹു 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 എന്നിങ്ങനെ ബഹുമാനപ്പെട്ട എന്നുള്ള ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. അവസാനം ഇവർ ഒരുപാട് ചിരിച്ചു എൻ്റെ അമ്മനോട് പറഞ്ഞു, മോൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ പരിപാടി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അങ്ങനെ ഞാൻ വളരെ ടെൻഷനായി നിന്ന്. അപ്പം നമ്മളെ വീട്ടിൽ ഈ ടാങ്ക് ഉണ്ടാവുമല്ലോ, വെള്ളം തന്നെ, ആ ടാങ്കിൻ്റെ മുകളിൽ കയറി ഞാൻ. ടാങ്കിൻ്റെ മുകളിൽ കയറിയ സമയത്ത് ഒരു മനുഷ്യനും ഇല്ല, കംപ്ലീറ്റ് തെങ്ങിൻ്റെ തലകൾ മാത്രമാണ് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സംസാരം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കുറേ സംസാരം. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നമ്മുടെ ഒരു ധൈര്യം കിട്ടിയാൽ, ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാത്രി ഞാനും വൈഫും കിടക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ എത്തി, അവിടെ ഇരിക്കും, ഞാൻ കുറച്ച് സംസാരിക്കട്ടെ എന്നറിയാം. അങ്ങനെ സംസാരിച്ചു പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി അങ്ങനെ ഡെവലപ്പായി വന്നതാണ്. ഇപ്പം അൽഹംദുലില്ലാ എനിക്ക് അറിയാവുന്നൊരു വിഷയമാണെങ്കിൽ ഞാൻ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സംസാരിക്കും, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ട്രെയിൻ ചെയ്തെടുത്താൽ ഇപ്പം ഇതുപോലെ നമുക്കൊരു ശീലം വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് 100%. നമ്മളെ തലച്ചോറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ ധാരണകളുണ്ട്. ഈ ധാരണകൾക്കനുസരിച്ചാണ് നമ്മൾക്ക് ആക്ട് ചെയ്യാൻ, നമ്മുടെ ഒരു ബിഹേവിങ്, നമ്മുടെ ഒരു സ്വഭാവം തന്നെ രൂപപ്പെടുക. അപ്പം അതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അത് ഈ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുമല്ലോ, അവരൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അവരുടെ കോൺഫിഡൻസ് ലെവലിൽ പതിയെ അത് നമ്മൾ പ്രോഗ്രാം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനാവശ്യമായ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഏതൊരു മനുഷ്യനെല്ലാവർക്കും ദൈവം ഒരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ കണ്ട, ഓക്കെ അയാൾ ഡോക്ടറാണ്, അയാളൊരു എഞ്ചിനീയർ അല്ല, അയാൾ എത്രയോ വർഷം എടുത്ത് പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അയാൾക്ക് വിവരമുണ്ട്, റെഡിയാണ്. അങ്ങനെ ഒരു എഞ്ചിനീയർക്ക് ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ അതേപോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാക്സിമം ട്രൈ ചെയ്ത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും അങ്ങനെ ഒരാളാവാൻ പറ്റും. അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സംവിധാനം മാത്രമാണ്.
അതല്ല മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള നിലവാരവും നിർണ്ണയിക്കുന്ന ഒരു സംഗതി. ഒരു മനുഷ്യന് ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷനിലുപരി ഒരു മനുഷ്യന് ക്വാളിറ്റിയാണ് വേണ്ടത്. ഈ ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചാൽ മതി. മുമ്പുണ്ടായിരുന്നപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഷിക്കാഗോയിൽ പോയിട്ട് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് അമേരിക്കയിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ഇല്ല. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മുഴുവനും ബഹുമാനം അർഹിക്കപ്പെടുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാരും, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇനി ആദിവാസിയാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും അറബിയാണെങ്കിലും എല്ലാവരും സമാണ്. ഒരു സംശയവുമില്ല. ഒരാളും ഒരാളേക്കാൾ നല്ലവനല്ല, ഒരാളും ഒരാളേക്കാൾ മോശവുമല്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവമാണ്, അല്ലേ? അത് നമ്മൾ നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണോ, നമ്മൾ റെസ്പെക്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാവരെയും കാണുകയും ഒരാളോട് ഞാൻ അങ്ങനെയാണ് പെരുമാറുകയും ചെയ്യുന്നത്. എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ വളരെ താഴെക്കിടലുള്ള ആളുകളെ നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊപ്പം വന്ന് നല്ല നല്ല പൊസിഷനിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുക, അവർ വളരട്ടെ, നമ്മളെ കൂടെ നമ്മൾ അവരെയും വളർത്തുക. അപ്പോൾ ആ ഒരു പോളിസിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ സാർ, ഈ 2 സക്സസ്ഫുൾ ബിസിനസ്സസ് റൺ ചെയ്യുന്നുണ്ട്. 400+ മെമ്പേഴ്സുള്ളൊരു ബിസിനസ്സാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്റ്റീൽ ഡോർസിൻ്റെ. സാറിൻ്റെ ഒരു ഡെയിലി റൊട്ടീൻസ് ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? എൻ്റെ റൊട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രഭാത നമസ്കാരമുണ്ട്, അത് ചെയ്യും. പിന്നെ എൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഓഫീസിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഓഫീസ്. സാറിൻ്റെ പിന്നെ വേക്കിംഗ് അപ്പ് ടൈമൊക്കെ എങ്ങനെയാണ്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-7:30 ഒക്കെയാണ്. ചിലപ്പോൾ നേരത്തെ എണീക്കും, പക്ഷേ വീണ്ടും കിടന്നാൽ ഒരു 7-7:30 ഒക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ 8 മണിക്കൊക്കെ മുമ്പായിട്ട് എഴുന്നേൽക്കും. ഞാൻ നേരത്തെ എഴുന്നേറ്റ് പിന്നെ എന്താ പറയുക, ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളല്ല. സാർ, ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു ഫോക്കോ മോഡൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ വാട്ട് ആർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ ഷുഡ് ടേക്ക്? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവരൊന്ന് പഠിക്കുക. എന്താണ് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവർക്കും എല്ലാ ബിസിനസ്സും പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമുക്ക് സമയമുണ്ട്, കഴിവുമുണ്ട്, എങ്കിൽ അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരരുത്. അവർക്ക് പറ്റിയ ബിസിനസ് അല്ല നമ്മളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതേസമയം നമ്മുടെ അടുത്ത് ഒരുപാട് കാശുണ്ട്, നമുക്ക് സമയമില്ല. നമുക്ക് സമയമില്ല, നമ്മുടെ അടുത്ത് അത്യാവശ്യം ഇഷ്ടംപോലെ കാശുണ്ട്, നമ്മുടെ പൈസ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ടിരുന്ന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ റവന്യൂ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ബിസിനസ് നല്ലൊരു ഓപ്ഷനാണ്. അതേസമയം നമ്മുടെ അടുത്ത് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാശ് ഉണ്ടാക്കുകയും വേണം, നമ്മുടെ അടുത്ത് സമയമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേറെ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ എൻഗേജ് ചെയ്ത് ചെയ്യുന്ന ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ സാർ, ഈ ഒരു വോയിസ് അപ്പ് പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 40 lakhs to 1 crore നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു എമൗണ്ടിനുള്ളിലുള്ള ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്ര ടൈം കൊണ്ട് അത് റിട്ടേൺ എടുക്കാൻ പറ്റും ഏകദേശം? നമ്മളിപ്പോൾ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് തന്നെ പറയാമല്ലോ. അപ്പോൾ നമ്മളെ പല സ്ഥാപനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് ROI വന്ന സ്ഥാപനങ്ങളുണ്ട്, 4 വർഷം കൊണ്ട് ആയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രൊജക്റ്റിൽ പറയുന്നത് 7 വർഷമാണ്. അത് ഇൻക്ലൂഡിങ് 10% പെർ ഇയർ ഹൈക്ക് പ്രകാരം വെച്ചിട്ട്. അതായത് ഒരു വർഷം അവർക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് 10% ക്യാപിറ്റൽ ഓൺ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാം, ബാങ്ക് ലാംഗ്വേജ് ഒക്കെ എടുത്താൽ അത്ര അവർക്ക് വരും. പ്ലസ് അവർ ഇൻവെസ്റ്റ് ചെയ്ത പണം കംപ്ലീറ്റ് അവർക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 7 വർഷം കൊണ്ട് 100% പൈസ റിട്ടേൺ ആവും. പ്ലസ് ഏകദേശം 100% എമൗണ്ട് അവർക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓൺ ഇൻട്രസ്റ്റ് ആയിട്ടോ അവർക്ക് കിട്ടും. പ്ലസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുണ്ടാവും, അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് 7 വർഷം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ 3 വർഷം 4 വർഷം കൊണ്ടൊക്കെ ഒരുവിധം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ROI വരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഒരുപാട് ബിസിനസ് ജേർണീസ് പറഞ്ഞു. എങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ളൊരു എംപയർ കെട്ടിപ്പടുത്തത്, പിന്നെ തളർന്നത്, അവിടെ നിന്ന് എങ്ങനെ പിടിച്ച് കയറി. അപ്പം ബിസിനസ്സിൽ എപ്പോഴും ഒരു ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. അപ്പം ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താ? അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അർഹിക്കാത്ത, അതായത് നമ്മൾ ഒരു പൊസിഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ് ഒരു തരത്തിലുള്ള പിന്നെ എന്താ പറയുക എൻജോയ്മെൻറ്റുകൾ, നമ്മളൊരു അർഹിക്കാത്ത ഒരു സമയത്ത് നമ്മളൊരു കാർ എടുക്കുക, നമ്മൾ അർഹിക്കാത്ത സമയത്ത് നമ്മൾ വലിയ ഓഫീസ് ഇടുക, അതിനൊക്കെ നമുക്കൊരു സമയം വരും. ആ സമയത്തെ നമ്മളത് ചെയ്യാവൂ. അതിന് മുമ്പ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത കൂടുകയും നമ്മളത് പരാജയത്തിന് കാരണമാവും.
അതിലൊക്കെ ഉപരി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അറിയിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു കാർ എടുത്തെന്ന് വിചാരിക്കുക, അതെനിക്ക് ഓടിക്കണമെങ്കിൽ അത് മെയിൻ്റെനൻസ് നടത്താനും അതിന് പെട്രോൾ അടിക്കാനും അതിന്റെ അടവെടുക്കാനും കൃത്യമായ ഒരു സോഴ്സും പ്ലസ് അതിനനുസരിച്ച് മുന്നോട്ട് ബിസിനസ്സിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ബിസിനസ്സും എൻ്റെ കയ്യിൽ വേണം. അപ്പോഴേ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ എങ്ങനെയോ കഷ്ടപ്പെട്ട് അവസാനം ഈ കാറിനെ കൊണ്ടെടുക്കലാവും എൻ്റെ പണി. അതിന്റെ അടവെടുക്കാനും അതിന്റെ മെയിൻ്റെനൻസിനും പൈസ കടം വാങ്ങേണ്ട അവസ്ഥ വരും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് പിന്നെ നമ്മൾ എങ്ങനെയോ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ അങ്ങനത്തെ ഒരു കാർ എടുക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കുക, ആ സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, അങ്ങനെ ഒരു കാറൊക്കെ എടുത്ത് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞോ അല്ലെ. അപ്പൊ ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ സമയം വരുന്നത് വരെ വളരെ പേഷ്യൻസോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ഒരു കാര്യവും ഷോർട്ട് കട്ട് ചെയ്യരുത് ഒരു കാരണവശാലും. പിന്നെ എന്തൊന്നാണോ നമ്മൾക്കുള്ളത് അതിൽ നമ്മൾ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ വളർച്ചയുടെ കാര്യത്തിൽ നമുക്ക് മേലോട്ട് തന്നെ നോക്കാം. അതേസമയം മറ്റു പല വിഷയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യരുത്, മേലോട്ടൊന്നും വരരുത്. ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. സാർ നേരത്തെ പറയണ്ട എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എനിക്ക് വേഗം പെട്ടെന്ന് ചെയ്യണം. അതേ സാർ തന്നെ ഇപ്പോൾ പറയാണ് എന്ത് ചെയ്യുവാണ് ഭയങ്കര പേഷ്യൻസോടെ. അതായത് എനിക്ക് സാധ്യമാവുന്ന ഒരു കാര്യം പിന്നെ ഡിലേ ചെയ്യാൻ പാടില്ല. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കാര്യം ഞാൻ സാധിക്കും, ഞാൻ ആ ഒരു അവസ്ഥയിൽ എത്തി എങ്കിൽ പിന്നെ എനിക്കത് വേഗം ചെയ്യണം, പിന്നെ ഡിലേ ചെയ്യരുത്. എന്നാൽ ആ അവസ്ഥയിൽ എത്താതെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു കാര്യം. അപ്പൊ ഒന്നാമത് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. വളരെ ശക്തമായ സാമ്പത്തിക അച്ചടക്കം വേണം, കർശനമായിരിക്കണം. ഒരു കാരണവശാലും നമ്മളുടെ വരവിനനുസരിച്ചല്ലാതെ ചെലവ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലുള്ള ആഡംബര ഭ്രമവും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. മറ്റുള്ളവരല്ല നമ്മളെ ലൈഫിൽ, നമ്മളാണ് നമ്മളെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും അതെന്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മേഖലയിൽ ബെസ്റ്റ് നമ്മളായിരിക്കണം. എനിക്കത് നിർബന്ധമാണ്. എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, LED സെഗ്മെന്റിൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി എൻ്റെ കമ്പനിയാണ്, ഒരു സംശയവുമില്ല. സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ഇന്നോവേഷൻ ആണെങ്കിലും പല ഇതിലും നമ്പർ 1 ഞങ്ങൾ തന്നെയാണ്. പക്ഷെ വേറെ വലിയ കമ്പനികൾ വേറെ തലത്തിൽ ടേൺ ഓവറിലൊക്കെ വേറെ ഉണ്ടാവാം. അപ്പോൾ എന്നാലും ഒരു 3-4 കമ്പനി ലിസ്റ്റ് ചെയ്താൽ അതൊന്നും ഞങ്ങളുടെ കമ്പനിയാണ്. ഇനി ഡോർ സെഗ്മെന്റിലാണെങ്കിലും നമ്മൾ തന്നെയാണ് നമ്പർ 1. ഇത്രയും ഷോറൂമും ഇത്രയും മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഇത്രയും ടേൺ ഓവറും ഇത്രയും വോളിയം ബിസിനസ്സുള്ള മറ്റൊരു കമ്പനി ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കണം ബെസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടി അതിനു വേണ്ടി നിരന്തരം പണിയെടുക്കണം. അതായിരിക്കണം നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ കമ്പനീനെ ബെസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര സംഗതിയല്ല. ഒരിക്കലും നമ്മൾ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ കൂടെയുള്ള ആളുകൾ ഏതോ ഒരു അവസ്ഥയിൽ ഒരു ചെറിയ ശമ്പളത്തിന് നമ്മൾ കൂടെ വന്ന ആളുകളായിരിക്കും. അവർ വളരും, അവർ നല്ല സാലറി അർഹിക്കുന്ന ആളുകളാവും, അവർ നല്ല നല്ല പൊസിഷൻ അറിയിക്കുന്ന ആളുകളാവും. അപ്പൊ നമ്മൾ അവരെ തഴഞ്ഞിട്ട് പുറത്തുനിന്ന് ആളുകൾ എന്ത് ചെയ്യരുത്, ഇറക്കാൻ പാടില്ല. അത് ഒരു കമ്പനിയുടെ തകർച്ചയ്ക്ക് വരെ ചിലപ്പോൾ കാരണമാവും. നമ്മൾ അവർക്ക് ആദ്യ അവസരം കൊടുക്കണം, അവരെ നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നിടത്ത് നമ്മൾ വിജയിക്കണം. അപ്പൊ നമ്മൾ മാത്രം വളരുക എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു നമ്മളൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകളെയും ആ അർത്ഥത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ഇതിനകത്ത് ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയി, ഒരു ഓണർ എംപ്ലോയി എന്നുള്ള ബന്ധത്തിനപ്പുറത്ത് ഇപ്പോൾ പാർട്ട്നേഴ്സായി മാറും. ഇന്നലെ വരെ നമ്മളെ കൂടെ നിന്ന ആളുകൾ ഇന്ന് നമ്മളെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അതൊക്കെ നമ്മളുടെ സക്സസ് ആണ്. അങ്ങനെ അതിനെ കാണാൻ പറ്റണം. ആ രീതിയിൽ, അല്ലാതെ എപ്പോഴും നമ്മളൊരു വൺ മാൻ ഷോ എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ എൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ 1 ആളായി, 2 ആയി, 3 ആയി, 4 ആയി. ഇന്ന് മാനേജ്മെന്റ് ലെവലിൽ മീൻസ് ഡയറക്ടർ ബോർഡ്, പലവിധ കമ്പനികളിലെ ഡയറക്ടർ ബോർഡിൽ തന്നെ ഏകദേശം 40ഓളം പേരുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഒരു എൻ്റർ. പിന്നെ പണം സോഴ്സ് ചെയ്യുമ്പോഴും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും വളരെ റോങ് സോഴ്സ് ഓഫ് മണി എന്ന് പറഞ്ഞത് ശരിക്കും എന്താ ഉദ്ദേശിച്ചത്? റോങ് സോഴ്സ് ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസിന്റെ അടിസ്ഥാന ക്യാപിറ്റൽ ഉണ്ട്. ഈ പണം നമ്മൾ ഒരിക്കലും വലിയ ബാധ്യതയുള്ള ഫണ്ടുകൾ എടുത്ത് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനി വളരില്ല.
നമ്മൾ മറ്റ് കുറെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ആളുകളായിട്ട് മാറും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്നു, ഒരിക്കലും ശരിയാൻ പോകുന്നു. ഇതെന്താ സംഭവിക്കുക? ഈ കമ്പനിയിൽ കിട്ടുന്ന മുഴുവൻ പ്രോഫിറ്റും ഈവൻ നമ്മളുടെ ഒരു സാലറി പോലും, നമ്മൾ അറിയിക്കുന്ന ഒരു സാലറി പോലും നമുക്ക് എടുക്കാൻ പറ്റാതെ അതും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അത് നമ്മളുടെ ക്യാപിറ്റൽ സോഴ്സ് റോങ് ആയതുകൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രൊജക്ട് ഉണ്ടാക്കി അതിന് പറ്റുന്ന ഒരു ഇൻവെസ്റ്റർ നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പൈസ തട്ടിക്കൂട്ടിയിട്ട് ബിസിനസ് ആരംഭിക്കരുത്. ഓക്കെ, സാറിനെ പോലെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആവണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മിനിമം ബിസിനസ് സ്കിൽസ് എന്തൊക്കെയായിരിക്കും? ബിസിനസ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു പ്രൊഫഷണൽ ബിസിനസ്മാൻ ഒന്നല്ല. ഞാൻ എൻ്റെതായ വഴികളിലൂടെ ഞാൻ എവിടെയും പോയി ബിസിനസ് പഠിച്ചിട്ടുമില്ല. ഒരു ബിസിനസ് ക്ലാസ്സിന് ഞാൻ ഇന്നേ വരെ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഞാൻ എൻ്റെതായ വഴികളിലൂടെ ഇങ്ങനെ കച്ചവടം ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അത് നല്ലൊരു വഴിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പഠിച്ച് ചെയ്യുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ്. ബിസിനസ് സ്കിൽസ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്മാന് നല്ല ഒബ്സർവേഷൻ സ്കിൽ വേണം. എവിടെ പോയാലും എനിക്ക് വേണേൽ നിങ്ങൾ ഈ ഓഫീസിന്റെയും ഈ സംവിധാനത്തിന്റെയും അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ പറയാൻ എനിക്ക് പറ്റും. നിങ്ങൾ ഇവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് എംപ്ലോയി ഉണ്ട്, നിങ്ങളുടെ ടേൺ ഓവർ എന്തുണ്ട് എന്നൊക്കെ ഒരു അപ്രോക്സിമേറ്റ് പറയാൻ എനിക്ക് പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. എന്ത് സംഗതി കണ്ടാലും ഓക്കെ, ഇവിടെ അപ്രോക്സിമേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്, ഇവർ ഇത്ര ടേൺ ഓവർ, എത്ര എംപ്ലോയി ഉണ്ട്, ഇവരെ എക്സ്പെൻസ് ഇതാണ്, ഇവരെ ടേൺ ഓവർ ഇതാണ്, അത് NP ഇവർക്ക് GP ഇതുണ്ട്, NP ഇത്ര ഉണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. ഒബ്സർവേഷൻ സ്കില്ല് വേണം. പിന്നെ നന്നായിട്ട് ഗ്രാസ്പിംഗ് പവർ വേണം. എന്തൊന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം, കുറെ സമയം എടുക്കരുത്. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കണം. എനിക്ക് നിർബന്ധം പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യണം. ആ ഒരു കഴിവ് നമ്മളും നേടിയെടുക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിക്കും എങ്ങനെ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യേ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുക. നിങ്ങൾ എന്തൊന്നിനെ കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ പെട്ടെന്ന് കരസ്ഥമാക്കും. നമ്മളത് ചിന്തിക്കണം. ആദ്യം തലച്ചോറിന് കൊടുക്കണം ഇങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഉണ്ട്. അപ്പൊ തലച്ചോറ് അതിനു വേണ്ടി പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഡോറിനെ കുറിച്ച് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നോക്കിയോ, നാളെ മുതൽ നിങ്ങൾ ഡോറിന്റെ ഷോപ്പുകൾ കാണൽ തുടങ്ങും. നിങ്ങൾ ഡോറിന്റെ ഹോർഡിങ്സുകൾ എല്ലാം കാണൽ തുടങ്ങും. നിങ്ങൾ നേരത്തെ അതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ തലച്ചോറ് നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇനി കാണും. കാരണം എന്താണ്? നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു എന്നുള്ളതാണ്. അത് എത്ര പവർഫുൾ ആയിട്ട് വരുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ അതിനുവേണ്ടി തയ്യാറാക്കപ്പെടുന്നുള്ളതാണ്. അപ്പൊ നല്ല ഗ്രാസ്പിംഗ് പവർ വേണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഞാൻ എൻ്റെ കഥ പറഞ്ഞല്ലോ, ആർക്കും നേടിയെടുക്കാൻ പറ്റും. വിദ്യാഭ്യാസമോ നമ്മുടെ മറ്റെന്തെങ്കിലും അതൊന്നും ഒരു ഫാക്ടർ അല്ല. അതൊക്കെ നമ്മൾ തന്നെ നമ്മൾക്ക് വെച്ചിട്ടുള്ള ചില ബാരിക്കേഡുകളാണ്. അതൊക്കെ തകർത്തെറിയണം. എന്നിട്ട് സാധിക്കും എന്നുള്ളൊരു മൈൻഡോട് കൂടി മുന്നോട്ട് വന്ന് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള കിട്ടുന്ന അവസരങ്ങളിൽ നന്നായി പെർഫോം ചെയ്യണം. ഞാൻ എന്തെങ്കിലും കുറച്ചധികം പണിയെടുത്താൽ മുതലാളിക്ക് ലാഭം കിട്ടിപ്പോയല്ലോ എന്ന് വിചാരിക്കരുത്. ചില ആൾക്കാരുണ്ടാവും അങ്ങനെ. അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്, നമ്മളുടെ പ്രൊമോഷനാണ് ഇല്ലാതാവുന്നത്, നമ്മൾ തന്നെ നമ്മുടെ വാല്യൂ ഇല്ലാതാക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളിൽ നന്നായി പെർഫോം ചെയ്യണം. അവിടെ നിന്ന് അതിനെ അർഹിക്കുന്ന വേതനം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുകൾ വരും, നമ്മളെ കൂടെ കൂട്ടാൻ ആളുകൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ പെർഫോമൻസ് മോശമാക്കരുത്. നന്നായിട്ട് പെർഫോം ചെയ്യണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അത്യാവശ്യം കമാൻഡിങ് പവറും വേണം. നമ്മൾ ആർക്കും ഇങ്ങനെ വിധേയപ്പെട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്തിനാണിത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റിയും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ച് അഭിമാന ബോധത്തോടുകൂടി ജീവിക്കണം. ആരെ മുമ്പിലും നമ്മൾ ഇതൊന്നും പണയം വെക്കുകയും അങ്ങനെ നിന്ന് കൊടുക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. ആ കാലഘട്ടമൊക്കെ എന്നോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി. എന്തായാലും ഇപ്പൊ അതെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ആ ഒരു അഭിമാന ബോധം നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഒരു തരം എന്താ പറയാ ഒരു 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 അനുസരിക്കപ്പെടേണ്ടവൻ എന്നുള്ള ഒരു സാധനം നമ്മൾ പോലും അറിയാൻ നമ്മളിലേക്ക് വരും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഷർട്ട് ഇടാൻ ഭയങ്കര പ്രയാസമുള്ള ആൾക്കാർ, ചെരുപ്പിടാൻ പ്രയാസമുള്ള ആൾക്കാർ. അവരെ മാനസികാവസ്ഥ അത്രമേൽ അവരെ മേൽ എന്താ പറയാ ഒരു തരം ചങ്ങലകൾ അവരെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ആക്കരുത്. നമ്മൾ പ്രതികരണ ശേഷിയുള്ള ആളുകളായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താവുള്ളൂ, നമ്മളൊരു ബിസിനസ്സുകാരനാണല്ലോ. എല്ലാത്തിനും ഉപരി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള ഒരു സാധനമാണ്. ഈ ലോകത്ത് മറ്റെല്ലാ ജീവികളെക്കാൾ ബഹുമാനം മനുഷ്യന് കിട്ടാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? മനുഷ്യൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവനാണ് എന്നുള്ളതാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ് എന്നുള്ളതാണ്. അത് കാണിക്കണം.
ആ ഉത്തരവാദിത്ത ബോധം എല്ലാത്തിനോട് വേണം. സ്വന്തത്തോട് വേണം, നമ്മുടെ കുടുംബത്തോട് വേണം, സമൂഹത്തോട് വേണം, ഈ പ്രകൃതിയോട് വേണം, എല്ലാത്തിനോടും ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പെരുമാറണം. നമ്മൾ ഒരു വേസ്റ്റ് പുറത്തേക്ക് കളയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഞാൻ എന്നെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, എൻ്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഞാൻ. അത് നമ്മൾ പുറത്തേക്കാണ് കളയുന്നത്. ഒരാളും അത് അറിയില്ലെങ്കിലും നമ്മൾ അറിയുന്നുണ്ടല്ലോ. നമ്മളുടെ മനസ്സിൽ നമ്മുടെ മാർക്ക് കുറഞ്ഞു, നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് പിന്നീട് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ നമ്മൾക്ക് നിർണയിച്ചു കൊടുക്കുന്നത്. ഇതിനനുസരിച്ചേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ ഇത് നമ്മൾ എല്ലാത്തിനും എളുപ്പമായി നോക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുക. ഇത്തരം സ്വഭാവവും രീതികളൊന്നും ഒരു ബിസിനസ്സിന് ഒരു പക്ഷേ പറ്റില്ല. പണം പല രീതിയിലും ഉണ്ടാക്കാം, പക്ഷേ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു റെസ്പെക്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു വന്ന വഴികൾ അങ്ങനെ ആയിരിക്കണം. നമ്മളെ കണ്ട് നമ്മളെ കൂടുതലുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ലൈഫ് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പണം മാത്രമൊന്നുമല്ല നമ്മളെ മോട്ടോ. നമ്മളെ മോട്ടോ ഒന്നും അല്ലെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തികരമായ ഒരു ലൈഫ് കിട്ടുക, മനസ്സമാധാനം ഉണ്ടാവുക, അല്ലേ? അതെ, ഈ മനസ്സമാധാനം റിലേറ്റഡ് ടു റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഏത് അവസ്ഥയിലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറ്, ഇനീഷ്യൽ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് ഒരു മെൻറ്റർഷിപ്പ് ഒന്നും ഇനീഷ്യലി കിട്ടിയിട്ടില്ല. പിന്നെ സാറിൻ്റെ ഇപ്പോൾ അളിയനായിട്ടുള്ള ആളാണ് സാറിൻ്റെ ഫസ്റ്റ് മെൻറ്ററായിട്ട് സാറ് കണക്കാക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബിസിനസ്സസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും തോന്നിയോ എനിക്ക് അങ്ങനെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ? അങ്ങനെ ഒരു മെൻറ്റർ സാറിനുണ്ടോ? ബിസിനസ് അല്ല, എനിക്ക് അങ്ങനെ മെൻറ്റർ തീരെ കിട്ടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. നമുക്ക് ആരെയും അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദർ നാട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ പുള്ളി ഉള്ള സമയത്ത് തന്നെ പല കോളേജിൽ കൊണ്ടാക്കുകയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് പല കുരുത്തക്കേടും കളിച്ചിട്ട് അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തത്. നമ്മൾ ചെയ്തൊരു തെറ്റ് നമ്മൾ വേറൊരാളെ ബ്ലെയിം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കാൻ പാടില്ലല്ലോ. അതൊക്കെ പിന്നെ ഒന്നാമത്തെ പ്രതി ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ അവിടെ നിന്ന് ചാടിപ്പോന്ന് ഒന്നും മര്യാദയ്ക്ക് വിദ്യാഭ്യാസം ഒന്നും നേടാതെ എന്താ പറയുക, ഒരു വേറൊരു ലൈഫിലേക്ക് ഞാൻ തന്നെ മുൻകൈ എടുത്ത് എൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. ഓക്കെ. പിന്നെ മറ്റേ ആള് ആളിൽ നിന്നുള്ള മെൻറ്ററായി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എന്നോട് കുറച്ചുകൂടി നല്ല സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടി പെരുമാറിയ, അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യക്തിയാണ്. അല്ല, പിന്നീട് അവിടുന്ന് ബിസിനസ് കോച്ചിങ് എന്നുള്ള ലെവലിൽ പിന്നെ എന്തെങ്കിലും മെൻറ്റർഷിപ്പോ കാര്യങ്ങളോ? എവിടുന്ന് ഞാൻ പോയിട്ടില്ല, എവിടുന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അതെ, എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല ഗുരു. എനിക്ക് ശരിക്കും മുഹമ്മദ് സാറിന് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സാർ കറക്റ്റ് ഫൈൻഡ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. തുടങ്ങിയ സമയം തൊട്ടിട്ട് ഫ്ലെക്സിന്റെ ഒരു അവൈലബിലിറ്റി മനസ്സിലാക്കി അന്ന് അവിടെ പോയിട്ട് വാഷ് അറിയാതെ പോയി ഫ്ലെക്സ് ഉണ്ടാക്കി വന്നു. പിന്നെ ഫ്ലെക്സിന്റെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത്തെ LED ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതൊക്കെ കറക്റ്റായിട്ട് സമയത്ത് സാർ ആ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ശരിക്കും അതാണോ ദ ബെസ്റ്റ് വേ ടു ബിൽഡ് ബിസിനസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും? അതൊരു വൺ ഓഫ് ദ വേ ആണ് തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തെ രണ്ട് രീതിയിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ അതിനകത്ത് നിന്ന് പ്രോട്ടീൻ കിട്ടും. അതേസമയം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം കഴിച്ചാൽ നമുക്ക് അങ്ങനെയും പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയുന്ന ഒരാളെടുത്ത് പോയി കറക്റ്റ് അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് അതിന്റെ ബെസ്റ്റ് വേ. നമുക്ക് അങ്ങനത്തെ ഒരു അവസരം ഇല്ലായിരുന്നു, അറിവും ഇല്ലായിരുന്നു, രണ്ടും ഇല്ലായിരുന്നു. അറിവും ഇല്ലായിരുന്നു, അവസരവും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെ വഴികളിലൂടെ പോയി എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു ജനറേഷനൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങൾ കറക്റ്റ് ക്യാപ്സ്യൂൾ ആയിട്ട് ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ടൊരു ഫെയിലിയർ ഒഴിവാക്കുക. നമ്മൾ ഫെയിലിയർ ആയി പോയാൽ ചിലപ്പോൾ എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റിയെന്നൊന്നും വരില്ല. പല അവസ്ഥയിലും പല മനുഷ്യന്മാരും എത്തിപ്പെട്ടു. അതുകൊണ്ട് ഫെയിലിയർ ഒഴിവാക്കുക. നമ്മൾ എത്ര മുകളിലെത്തി എന്നുള്ളതിലുപരി നമ്മൾ നിലനിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ താഴോട്ട് പോവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ എത്തണം, അതിനുവേണ്ടി റിസ്ക് എടുക്കാം, പരിശ്രമിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അന്ധമായിട്ട് യാതൊരുവിധ ധാരണയില്ലാത്ത, നമ്മൾ പറയല്ലോ എന്താ പറയാ, ആഴമറിഞ്ഞ് ചവിട്ടണം എന്നൊക്കെ പറയല്ലോ. ഓക്കെ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാം, ഇത്രേ അതിന്റെ ഡെപ്ത് ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാ ഓക്കെ, ധൈര്യമായിട്ട് വെക്കാം എന്ന് കരുതി ധൈര്യമായിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ കാലെടുത്ത് വെച്ച് വെക്കാം, ആളങ്ങ് മരിച്ചു പോയല്ലോ. ഇതേപോലെ തന്നെ ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് നമുക്ക് എടുക്കാം. അതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാം വളരെ ക്യാപ്സ്യൂൾ ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാത്തിനെ കുറിച്ചുള്ള നോളജും എന്തും അതൊക്കെ ഉപയോഗപ്പെടുത്തി വളരെ ബുദ്ധിപരമായി മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. റൈറ്റ്. ശ്രീരാഗ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ LED-ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഡോർസിൻ്റെ കേസിലാണെങ്കിലൊക്കെ ഏർലി മൂവർ അഡ്വാൻറ്റേജ് ആണ് സാറ് ലിവറേജ് ചെയ്തത്. ഇനി
എങ്ങനെയാണ് നമ്മളുടെ ഹവായി സ്റ്റീൽസ് ആൻഡ് ഡോസിൻ്റെ ഫ്യൂച്ചർ സാറ് കാണുന്നത്? പ്ലസ് മൂന്നാമത് വേറെ എന്തെങ്കിലും ഒരു ഏർലി മൂവറായിട്ട് പുതിയൊരു ബിസിനസ്സിലേക്ക് പോകണമെന്നുള്ള എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവർത്തന മണ്ഡലമാണ്. എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ LED നിന്നും ഫ്രീ ആയപ്പോൾ ഞാൻ കൂടുതൽ ഇതിനകത്തേക്ക് വന്നു. ഇവിടെയും ഞാൻ ഈ ഹോൾസെയിൽ ബിസിനസ്സൊക്കെ നടത്തി അതിനകത്തൊക്കെ ഒരു കംഫർട്ട് സോൺ എത്തിയപ്പോൾ നമ്മളത് റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് വന്നു, മാനുഫാക്ചറിങ് യൂണിറ്റുകളിലേക്ക് പോയി, ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംഭവം ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ വലിയ പണി വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അടുത്തത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം എൻ്റെ പൈപ്പ് ലൈനിൽ 2-3 പ്രൊജക്റ്റുകൾ ഉണ്ട്. അതിലൊന്ന് റിലേറ്റഡ് ടു ഈ പിന്നെ സ്റ്റീൽ ഡോർ എന്നുള്ളതാണ്. ആ ഇൻഡസ്ട്രിക്ക് ഒരു പൂർണ്ണത അടുത്തൊരു 10 വർഷത്തേക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും. കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ച് വീട് നിർമ്മാണ മേഖലയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങളാണ് അടുത്ത വരാൻ പോകുന്ന 10 വർഷത്തിൽ വരാൻ പോകുന്നത്. അവിടെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്പുകളും ചില പരീക്ഷണങ്ങളൊക്കെ എന്താ പറയുക ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വഴിയെ എന്ത് ചേഞ്ചസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് സാറിന് മുന്നിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഉണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വീടുകളാവട്ടെ നമ്മുടെ നാട്ടിലെ വളരെ മണ്ടത്തരങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും വീട് 20 വർഷം ഒരു 10 വർഷം കഴിഞ്ഞ വീട് നിങ്ങളിപ്പോൾ പോയി നോക്കൂ, അത് റിനോവേറ്റ് ചെയ്യണം അല്ലേ? പല ടെക്നോളജി പല തരത്തിലും അതൊന്നും ഓക്കെ അല്ല. അപ്പോൾ നമ്മൾ വളരെ വലിയ പൈസയാണ് ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ടെമ്പററി ലൈഫേ നമുക്ക് അല്ലെ കുറഞ്ഞൊരു സമയത്തെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് അത്രയും പൈസ ഒരു വീട്ടിന് മുകളിൽ കയറ്റുന്നത്? അതിനൊക്കെ വേറെ സൊല്യൂഷൻസ് വരണം. വരും മാർക്കറ്റിൽ എവിടെ ഒരു നീഡ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ടോ അവിടെ ഒരു സൊല്യൂഷൻ വന്നിരിക്കും. അത് ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പോയിന്റ്. ആർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഫേസ്ബുക്ക് ഒരു സാധ്യതയായിരുന്നു, ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമായിരുന്നു. അത് ആർക്കും ചെയ്യാം. ആരാണ് അതിൽ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് അവരതിൻ്റെ ലീഡർഷിപ്പിലെത്തും. അവർക്ക് കുറച്ച് എഫേർട്ടും എന്താ പറയുക കുറച്ച് അധ്വാനവും ഒക്കെ അധികം ഉണ്ടാവും എല്ലാ അർത്ഥത്തിലും. അത്രേ ഉള്ളൂ. റൈറ്റ് സർ. സോഫാർ നമ്മളെ വൈസപ്പിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ളൊരു ക്രൗഡാണ്. ഓൺട്രപ്രണർഷിപ്പ് ഇഷ്ടപ്പെടുന്ന, ഫൈനാൻസ്, വെൽത്ത് ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്തായാലും സാറിൻ്റെ ഈ ഒരു എപ്പിസോഡ് വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറും എന്നുള്ളത് 100% ഷുവറാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഇറ്റ് വാസ് an honor to sit with you. Thank you.